8 വാക്യത്തിലേക്ക് ആമേൻ നമ്മുടെ ശ്രദ്ധയെ അതിൽ തിരിക്കാമല്ലോ. വായിച്ചാലും. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ്. എബ്രായ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ ആമേൻ കൊടുക്കുന്ന ദൂതാണ്. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാല തന്റെ ശുശ്രൂഷകന്മാരും ആക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ 2 തലത്തിലേക്ക്. ഒന്ന്, ശുശ്രൂഷകന്മാരാരെന്നറിയാമോ? ദൂതന്മാരാണ്. എങ്ങനെ ശുശ്രൂഷ? അഗ്നി ശുശ്രൂഷ. ദൈവം അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെറുതല്ല, അഗ്നിമയമായ ശുശ്രൂഷയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആമേൻ, ഒരു ദൈവദാസൻ ദൂതനെ പോലെ നമ്മുടെ സഭയിലേക്ക് കയറി വന്നു, ഇല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലേക്ക് കയറി വന്നു, ഇല്ലെങ്കിൽ നമ്മുടെ ദേശത്തിലേക്ക് കുറച്ച് ട്രാക്റ്റുകളും കൊണ്ട് ഇറങ്ങി വന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആമേൻ. അത് മറ്റൊന്നുമല്ല, അത് വെറുതും വാക്കായിട്ടല്ല അവരുടെ വായിൽ നിന്ന് വന്നത്. അത് അക്ഷരാർത്ഥത്തിൽ മാത്രമല്ല, ബൈബിൾ പരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ശക്തമായ അഗ്നി ശുശ്രൂഷ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ തന്നെയാണ് നമ്മുടെ പട്ടണത്തിലേക്ക് കടന്നു വന്നത്. സ്തോത്രം. ചില അവസരങ്ങളിൽ ദൈവം നമ്മുടെ ദേശത്ത് ചിലരെ ഒരുക്കി അയക്കും. പ്രൈസ് ദി ലോർഡ്. ചില അവസരങ്ങളിൽ ആമേൻ നമ്മുടെ സഭയിലേക്ക് ചില അഭിഷക്തന്മാരെ ദൈവം അയക്കും. ചില അവസരങ്ങളിൽ നമ്മുടെ ഭവനത്തിലേക്ക് ദൈവം ചില ദൂതന്മാർ പോലെ ആമേൻ അഭിഷക്തന്മാരെ ദൈവം അയക്കും. പ്രൈസ് ദി ലോർഡ്. ചില അവസരങ്ങളിൽ നമ്മുടെ ഉപജീവന വഴികളിൽ തന്നെ ദൈവം വലിയ മാറ്റങ്ങൾ ചെയ്യും. അതെന്തെന്നറിയാമോ? ആമേൻ, നമ്മൾ അറിയാത്ത ചില ബന്ധങ്ങളിൽ കൂടെ ഒക്കെ ദൈവം നമ്മെ നടത്തുന്ന ഒരു കാര്യമാണ് നമ്മളിൽ വ്യാപരിക്കുന്നത് അഗ്നിയുടെ ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഇന്ന് രാത്രി ആ തലത്തിലേക്ക് ജനം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവിന് ഇതിനകത്ത് 20 1 2 3 4 5 6 7 8 9 10 തുടങ്ങി 20 തലത്തിൽ എബ്രായ ലേഖനത്തിൽ പൗലൂസ് കർത്താവിന് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാ. 20 തലത്തിൽ കൂടെ, ആമേൻ, 20 ഭാഗത്തിൽ കൂടെ, അല്ലെങ്കിൽ 20 ആമേ സ്ഥാനമാനങ്ങളിൽ കൂടെ ഈ ഒരൊറ്റ പുസ്തകത്തിൽ പൗലൂസ് യേശു കർത്താവിനെ വളരെ ശക്തമായി ആമേ താൻ വിവരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വിസ്തരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ഇവിടെ വായിച്ച 7-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെയാ പറയുന്നത്, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാറ്റ് എവിടെ അടിക്കണം, എപ്പോ അടിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് ആമേൻ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ ഗവേഷണം ചെയ്യുന്ന ആമേൻ സ്തോത്രം മേഘമണ്ഡലങ്ങളെ പരിശോധിക്കുന്ന എപ്പോ കാറ്റ് അടിക്കും, എപ്പോ ഇടിവെട്ടുമെന്ന് പരിശോധിക്കുന്ന പരിശോധന കേന്ദ്രത്തിൽ ഇരിക്കുന്ന കൊടയും വച്ചിരിക്കുന്ന ആൾക്കാരല്ല. ആമേൻ. അതിനെ നിയന്ത്രിക്കാൻ പ്രത്യേകിച്ച് ദൈവം ദൂതന്മാരെ ആക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പിന്നെ അതിനു വേണ്ടി ഡിഗ്രി എടുത്ത് ചിലരൊക്കെ ഉപജീവനം ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ഇപ്പോഴൊക്കെ അവർ കുറച്ചുകൂടെ ദൈവത്തെ അറിയാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ കൃത്യമായി മഴ പെയ്യും. കാറ്റ് ഇത്ര സെന്റിമീറ്റർ അടിക്കുമെന്ന് പറഞ്ഞാൽ കൃത്യമായി ഇത്ര സെന്റിമീറ്റർ കാറ്റ് വേഗത്തിൽ അടിക്കും. അത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു അവർ കുറച്ചുകൂടെ ഇവരെല്ലാം ഒന്നുകൂടെ ദൈവത്തെ അടുത്തെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ കൈവെള്ളയിലിരിക്കുന്ന കാര്യത്തെ ആർക്കും ദൈവം വിട്ടുകൊടുക്കില്ല. അതാണ് വചനം പറയുന്നത്, എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തന് വിട്ടുകൊടുക്കത്തില്ല. അത് എക്കാലത്തും ദൈവത്തിന്റെ കരത്തിനകത്തമർന്നിരിക്കുന്ന ചില വാഴ്ത്തത്വങ്ങളും ദൂതുകളും തന്റെ ജനത്തെ പൊതിഞ്ഞുകൊണ്ട് പോകുവാൻ ദൈവം തന്നെ തന്റെ ചിറകിന്റെ മറവിൽ മറച്ചു കൊണ്ടുപോകുന്നത് പോലെ ചില വിഷയങ്ങൾ ദൈവം തന്നെ കാര്യങ്ങൾ ദൂതന്മാരെ ഏൽപ്പിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷക്കാരന്മാരും ആക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ശുശ്രൂഷക്കാരെന്ന് പറഞ്ഞാൽ ഇന്ന് പല തലത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരെ കുറിച്ചൊന്നും അല്ല പറയുന്നത്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ദൈവത്തെ വിളിച്ചിറങ്ങുന്നവരെ അല്ല പറയുന്നത്, ദൈവം അഭിഷേകം ചെയ്ത് ചില തലത്തിലേക്ക് ശുശ്രൂഷ കരമേൽപ്പിച്ച്
ദൈവം അവരെ ഭരമേൽപ്പിച്ച സ്ഥലത്ത് മാത്രമല്ല, ഭരമേൽപ്പിക്കുന്ന ശുശ്രൂഷകൾ അതിന്റെ ബൈ 1 ബൈ 2 ബൈ 3 ബൈ 4 ബൈ 5 എന്ന് പറഞ്ഞ് അതിന് നടപടി ചെയ്തു പോകുന്ന, കൃത്യമായി ചെയ്തു പോകുന്ന അഭിഷക്തന്മാരെയായി ഇവിടെ പറയുന്നത്. അവര് അഗ്നി അഭിഷേകത്തോടെ അവരെ ചില പട്ടണങ്ങളിൽ ദൈവം ആക്കി വച്ചിരിക്കുക. സ്തോത്രം. അവരെ ഇനി ആർക്കും തകർക്കാൻ കഴിയത്തില്ല. എത്ര ഇനി പ്രതികൂലങ്ങൾ ഉയർന്നാലും ആ സഭയെ അല്ല, ആ ശുശ്രൂഷകനെ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ സ്ഥാപിച്ച സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അവൻ ആരെന്നറിയാമോ? അവൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം നയിക്കപ്പെട്ട ഒരു ദൈവമാണ്. ആമേൻ. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു ദൈവമാണ് ശുശ്രൂഷകന്മാരെ ആക്കി വച്ചിരിക്കുന്നത്. ശുശ്രൂഷയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് രാത്രി നിങ്ങളിൽ വ്യാപരിക്കുന്നത് നിസ്സാരമായ അഭിഷേകമല്ല, അത് അഗ്നിയുടെ അഭിഷേകമാണ്. അത് ദൂതന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ് ആ അഭിഷേക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, സെക്രിയാവിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴും, വെളിപ്പാട് പുസ്തകവും 21:8 നമ്മൾ പഠിക്കുമ്പോഴും, ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന് 30 പഠിക്കുമ്പോഴും, യൂദയുടെ ലേഖനം 15-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോഴും, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 65-ന്റെ 15-ഉം 16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ന്റെ 15-ഉം 16 വായിക്കുമ്പോഴും, മത്തായി സുവിശേഷം 25-ന്റെ 41 ദൈവമക്കൾ വായിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ കരസ്പർശം, ഈ പറയപ്പെട്ട ദൂതിനകത്ത് നിൽക്കുന്ന തീയുടെ ശുശ്രൂഷ അനുഭവിച്ചവരെ എന്ന് പറഞ്ഞാൽ, ഒരുവൻ കേട്ടു പഠിച്ചതുപോലെ പഠിച്ച് ചെയ്യുന്ന വ്യക്തി അല്ല ശുശ്രൂഷകൻ. പ്രാപിച്ചിരിക്കണം. മുഴങ്കാൽ പടി ഇരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മുൻപിലോട്ട് പോകുന്നവന്റെ പേരാ അഗ്നിമയമായ ശുശ്രൂഷയുള്ളവൻ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25:41 യേശു തന്നെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതപ്പെടുമ്പോൾ 3-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ തോന്നി, ഇന്ന് രാത്രി നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്ന ആത്മാവ് അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ, എബ്രായലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് കുറച്ചുകൂടെ വിശദമായി വിവരിക്കുന്നു. വായിച്ചാട്ടെ, 10-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. അത് എന്തിനാണെന്നറിയാമോ? എതിരികളെ എരിപ്പിക്കാനുള്ളൊരു ക്രോധാഗ്നി. അപ്പൊ അഗ്നി ഏതാണെന്ന് നോക്കണം. എതിരികളെ തകർക്കാനുള്ള അഗ്നിയാണെങ്കിൽ അത് ഇവിടെ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങി വരുന്ന അഗ്നിയല്ല. ഈ ഭൂമിയിൽ അല്ലെങ്കിൽ കുറച്ച് വിറവുകളോ അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും കൃത്രിമത്തിൽ കൂടെയൊക്കെ ഉണ്ടായി വരുന്നതൊന്നുമല്ല. ഇത് സ്വർഗത്തിലെ ദൈവം ഇറക്കുന്ന ക്രോധാഗ്നിയാ. അതെവിടെ നിന്ന് വന്നു? സ്വർഗത്തിലെ ദൈവത്തിന്റെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിയാണ്. അത് ശത്രുവിന്റെ മേൽ. അപ്പോ നോക്കിയേ, 12-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 11-ാമത്തെ അധ്യായം നമുക്ക് കാണാം. അതിനകത്ത് സകല പട്ടികക്കകത്ത് സകല വിശുദ്ധന്മാരുടെയും പേരുകൾ സ്ഥാപിക്കപ്പെടുമ്പോൾ യെരൂശലേം ദേവാലയം പണിയപ്പെട്ട ശലോമോൻ രാജാവിന്റെ പേര് അതിനകത്ത് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ചോദ്യചിഹ്നമായി ശലോമോന്റെ പേര് വരാത്തത്? ഹല്ലേലൂയ. ആമേൻ. അത് പറഞ്ഞു നിർത്തുമ്പോ ബാക്കി എല്ലാവരുടെ പേരുകളും പുരോഹിതന്മാരുടെ പേരുകളും ഹയ്യന്റെയും കാബേലിന്റെയും യാഗത്തിനകത്ത് നിന്ന് പ്രസാദമുള്ള യാഗം ആരർപ്പിച്ചെന്നും നോഹയുടെ കാലഘട്ടത്തിലേക്ക് വന്ന വിശുദ്ധന്മാരെ പറ്റിയും സ്തോത്രം. സാറ പറഞ്ഞു അവിശ്വസ്തൻ എന്ന് പറഞ്ഞ സാറയെ കൊണ്ട് വിശ്വസ്തൻ എന്ന് പറയിച്ച ദൈവവും അങ്ങനെ സാറയുടെ പേര് വരെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുമ്പോൾ, എന്നാൽ 12-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങി സ്വർഗത്തിലെ ദൈവം പൗലോസ്
ന്യൂസിനോട് ഇടപെടുന്ന ചില ദൂതുകളിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ, ദൈവകുഞ്ഞെ, ഒരു ക്രോധാഗ്നിക്കകത്ത് വെന്തരിയുന്ന പിതാവിന്റെ ഇഷ്ടപ്രകാരം താൻ വെന്തരിഞ്ഞെങ്കിൽ ഒരു മനുഷ്യന് വേണ്ടി ഒരു യുഗം മുഴുവനും കണ്ണീരിൽ ആഴ്ന്നെങ്കിൽ വിളിച്ചു പറഞ്ഞെങ്ങനെയാണ്, ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും ഞങ്ങളുടെ തലമുറയിലും ആ കുറ്റമില്ലാത്ത രക്തം ഒഴുകട്ടെ എന്ന് പറഞ്ഞ് ആകാലവൃത്തം ജനവും കോടാനുകോടി ജനം ആ തൃപ്പാദത്തിൽ കൂടെ ഒഴുകി വരുന്ന രക്തത്തിനകത്ത് നിറയപ്പെടുവാൻ അവർ അവരെ തന്നെ വിധേയപ്പെടുത്തിയെങ്കിൽ, ഇന്ന് രാത്രി ശത്രുവിന്റെ ക്രോധാഗ്നിക്കകത്ത് അകപ്പെട്ട് കിടക്കുന്ന നിരവധി വ്യക്തികൾ ഇന്ന് ഈ ഭൂപരപ്പിലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരാൾ ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, ആമേൻ, അഭിഷേകത്തിനെ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. 1, 2, 3 വചനത്തിൽ നിന്നായിരിക്കണം, അതിനപ്പുറത്തൊന്നും ചോദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിനെ, നിങ്ങൾക്ക് ഭൂതശാന്തി ശുശ്രൂഷയുണ്ടല്ലോ, എൻ്റെതല്ല, കർത്താവിൻ്റെ. ചിലപ്പോഴൊക്കെ ഇളകും, ചിലപ്പോഴും ഇളകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവിൻ്റെ ഹിതമാണ്. ഇപ്പോൾ നിങ്ങൾ പോയാലും ചിലപ്പോൾ ഇളകും, ചിലപ്പോൾ ഇളകത്തില്ല, അത് വേറെ വിഷയം. ആമേൻ. നിങ്ങൾ ആരാ, എവിടെന്നാ, എന്താ കാര്യം പറഞ്ഞോളൂ. പ്രൈസ് ദി ലോർഡ്. ടെൽ മീ. അതെ, ആമേൻ, സ്തോത്രം. ആമേൻ. പിശാച് കയറിയത് എവിടെന്നാ? ആരുമേല പിശാച് കയറിയത്. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, കയറിയത് പ്രവാചകന്റെ പുറത്താ. വചനമുണ്ടോ ഭാഷ? പിന്നെന്താ? ഇസ്രായേൽ ആദ്യത്തെ രാജാവായിരുന്ന പ്രവാചകനായിരിക്കുന്ന പ്രവാചക കുടുംബത്തിനകത്തായിരിക്കുന്ന ആമേൻ ശൗൽ രാജാവിന്റെ മണ്ടയ്ക്കാ പിശാച് കയറിയത്. ദുരാത്മാവ് കയറി. എങ്ങനെ കയറി? ദൈവം ബാക്കി വെച്ച സ്ഥലത്ത് വിശ്വസ്തനല്ലാതിരുന്നപ്പോൾ 40 വർഷത്തിൽ 38 വർഷവും അനീതിയായി പ്രവർത്തിച്ചും ആമേൻ പലരെയും ശത്രുക്കളായി തീർത്ത് പലരെയും ആമേൻ നിത്യ തുറമുഖത്ത് എത്തിക്കാൻ കൊണ്ടുവരേണ്ടവൻ അവന്റെ ബോധിക്കുന്നത് പോലെ ചെയ്ത് മുൻപിലോട്ട് പോയപ്പോൾ ദൈവത്തിന്റെ ക്രോധാഗ്നി പ്രവാചകന്റെ മേൽ വീണു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ശുശ്രൂഷ എടുത്ത് കാട്ടിക്കിടന്ന് ദാവീദിന് കൊടുത്തു. സ്തോത്രം. അവൻ കിന്നരം വായിക്കുമ്പോൾ ദുരാത്മാവ് ഇളകും. തീർന്നില്ല കേട്ടോ. അവൻ ലഘുവും ബാധിച്ചവൻ എവിടെ കിടക്കുന്നു? അവൻ ആരെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അവനെ കുറിച്ച് പഠിക്കണം. അവൻ ദലീലെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അവൾ ആരെന്നറിയാമോ? രാഘവനെ കുറിച്ച് പഠിച്ചു, അവൾ ആരെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിനെ പറ്റി പഠിച്ചു, അവൾ ആരെന്നറിയാമോ? ഹലോ, പ്രൈസ് ദി ലോർഡ്. മതി, ഇനി പറയേണ്ട ആവശ്യത്തിന് മതി. അപ്പൊ പിശാച് എവിടെ ഇരിക്കുന്നതെന്ന് അറിയാമോ? എവിടെ ഇരിക്കുന്നത് പിശാച്? പിശാച് ഇരിക്കുന്നത് ശുശ്രൂഷയുള്ളവന്റെ മണ്ടയ്ക്ക. പ്രാർത്ഥിച്ചോ. സ്തോത്രം. ആമേൻ. അതാ ദൈവദാസന്മാർ ഒരുമിച്ച്, ദൈവദൂതന്മാർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വന്നപ്പോൾ സാത്താൻ അവിടെ കടന്നു വന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഉന്മേഷത്തോടെ ഉശിരോടെ ദൈവത്തിന്റെ വചനത്തിനകത്ത് ആരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ, അവരുടെ ഇടയിൽ പിശാചുണ്ട്. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിടം മറന്നാരാധിക്കാൻ ആത്മാവിനെ തികത്തുമ്പോൾ, ഹല്ലേലൂയ. ഞങ്ങൾ ആരും ഒരിടത്തും ഒരു അമ്പലത്തിലും പോയി പിശാചിനെ ഇറക്കിയിട്ടില്ല. ഒരിടത്തും പോയി ഒരു അമ്പലത്തിനകത്തും പോയി പിശാചിനെ ഇറക്കിയിട്ടില്ല. സ്തോത്രം. എവിടെന്നാ പിശാച് കയറുന്നതെന്നറിയാമോ? പള്ളിക്കകത്തെന്നാ പിശാച് കയറുന്നേ. സ്തോത്രം പറ. ഹല്ലേലൂയ. പള്ളി പോണം. ആമേൻ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറയട്ടെ, ഇപ്പോൾ ഓണമൊക്കെ അല്ലേ? അതെ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആലയം ഒരാളെയും സ്വത്തല്ല, ആണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. പൊതുസമൂഹത്തിൽ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ അഭിഷേകത്തിനെ, പാസ്റ്റർ ഞങ്ങളുടെ ഇവിടെ പൂക്കളിട്ടിരിക്കുക, 100 രൂപ വേണമല്ലോ. സ്തോത്രം. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തേ പറ്റൂ. സ്തോത്രം പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാൻ തരത്തില്ല. വർഗീയത. പ്രൈസ് ദി ലോർഡ്. ഞാൻ അന്ന് ഉപവാസം വയ്ക്കാൻ പോകുകയാ. ഉത്താറടുത്ത് 1-ാം ഓണത്തിന് 3 ദിവസം മുമ്പ് ഒരു ഉപവാസം. നോ. അന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നല്ല ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണിച്ച്, ഇതാണ് മാമൻ, ഇതാണ് അമ്മയുടെ സഹോദരൻ, ഇതാ എൻ്റെ സഹോദരൻ്റെ മക്കള്, ഇതാ നിന്റെ പ്രായത്തിലുള്ളവരാ, ഒന്നുകൊണ്ട് കാണിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. അതൊരു പൊതു അവധിയല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് കുത്തിയിരിക്കേണ്ട സമയമൊന്നുമല്ല. അതിനേക്കാൾ ഒത്തിരി സമയമുണ്ട്. ജോലി മുടക്കിയിരിക്കണം. അതാണ് ഉപവാസം. ഹലോ 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 ഹലോ. അഭിഷേകത്തിനെ മതി. പ്രൈസ് ദി ലോർഡ്. ഇനി എന്താ അടുത്ത്? ഒന്നുമില്ല, മതി, തീർന്നു. തീർന്നു. എന്ന് രാത്രി സംശയം തീർത്ത് മുമ്പിലോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാ പ്രാർത്ഥിക്കണ്ടേ? ആഹാരമില്ലാത്തപ്പോഴല്ല. ഹല്ലേലൂയ. ആഹാരമില്ലാത്തപ്പോൾ ഉപവസിക്കരുത്. കലത്തിന് മാവ് കുറയുമ്പോൾ ഉപവസിക്കരുത്. അരിയില്ലാത്തപ്പോൾ ഉപവസിക്കരുത്. കയ്യിൽ കാശില്ലാത്തപ്പോൾ ഉപവസിക്കരുത്. എല്ലാം ഉള്ളപ്പോൾ, ഇറച്ചി ഫ്രിഡ്ജിലിരിക്കുമ്പോൾ, മീന് വെട്ടി കഴുകി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമ്പോൾ, മുട്ട ഫ്രിഡ്ജിലിരിക്കുമ്പോൾ, പാൽ ഇരുന്ന് തൈരാകുമ്പോൾ, അപ്പോഴേ ഉപവാസം ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതത്രേ ദൈവത്തിന് സുഗന്ധമായ ഉപവാസം.
ഹല്ലേലൂയ. ഉപവാസം ഒരിക്കലും പട്ടിണി ഇരിക്കുന്നതല്ല കേട്ടോ. ഹല്ലേലൂയ. പട്ടിണി ഇരിക്കുന്നതല്ല ഉപവാസം. ദൈവത്തോട് എല്ലാം ഉള്ളപ്പോ സമൃദ്ധിയിലിരിക്കുന്ന, അഥവാ നിന്റെ മുഖം വാടരുത്, നിന്റെ തലയിൽ എണ്ണ കുറയരുത്. ആമേ സ്തോത്രം. നീ ഒരു രോഗിയെ പോലെ ഒന്നിരിക്കരുത്, പ്രസന്നതയുള്ളവളായി. കാരണം ഇവിടെ ഇരുന്നാലും വീട്ടിനകത്തെല്ലാം ഉണ്ട്. നിറവീടായിട്ട് നിറഞ്ഞിരിക്കുന്ന ഫ്രിഡ്ജ്, നിറഞ്ഞിരിക്കുന്ന ഭവനം, നിറഞ്ഞിരിക്കുന്ന പാനകൾ, നിറഞ്ഞിരിക്കുന്ന തുരുത്തികൾ, നിറഞ്ഞിരിക്കുന്ന സകലതും നിറവോടുകൂടി ഉപവസിക്കുക. അവിടെ ഒരു നിറവോടുകൂടി സ്തോത്രം നിനക്ക് പുറത്തു പോകാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ ഒഴിഞ്ഞിരിക്കുന്ന നിറയ്ക്കുന്നതല്ല ഉപവാസം. ഹല്ലേലൂയ. അത് നമ്മൾ നിറയ്ക്കണം. നമ്മൾ ഒഴിഞ്ഞ പാത്രമായി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ നിറഞ്ഞവരായി പുറത്തേക്ക് വരും. അല്ലാതെ ഭവനത്തിനകത്ത് ഒഴിഞ്ഞിരിക്കുന്ന നിറയ്ക്കാനുള്ള പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നും ബൈബിളിനകത്തില്ല. ഇന്ന് രാത്രി സാറാവത്തിലെ വിധവയ്ക്കകത്ത് വീട്ടിനകത്ത് ഇല്ലാത്തതല്ല, ഉള്ളത് ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ ഇല്ലാത്തതിനെ ഉളവാക്കിയതല്ല ദൈവം. അയൽവക്കത്തെ സകല വീട്ടിൽ നിന്നും പാത്രങ്ങൾ ശേഖരിച്ചു. ഒരു കാര്യം വ്യക്തമായി പറയാം. എന്താ അയൽവക്കത്ത് നിന്ന് വാങ്ങാൻ പറഞ്ഞത്? നീ കടയിൽ പോയി വാങ്ങാത്ത കാര്യം എന്താ? അയൽവക്കത്ത് ഇതുവരെ നീ കയറിയിട്ടുണ്ടോ? ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അവിടെ കിടരോഗിയായി കിടക്കുന്ന വ്യക്തികളുണ്ട്. നിന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നിന്റെ ഒരു സാന്നിധ്യത്തിന് വേണ്ടി അവിടെ കിടക്കുന്ന നൂറുകണക്കിന് പേര് അവിടെ കിടപ്പുണ്ട്. ആ വീട്ടിൽ പോയി നീ പാത്രം വാങ്ങ്, അപ്പുറത്തെ വീട്ടിലും പോയി വാങ്ങ്, നിന്റെ ഓപ്പോസിറ്റ് വീട്ടിൽ പോയി വാങ്ങ്, നിന്റെ ബാക്കിയിരിക്കുന്ന വീട്ടിൽ പോയി വാങ്ങ്. അവരെ കൈ കൊടുക്ക. അച്ഛാ, എനിക്ക് കുറച്ച് പാത്രങ്ങൾ വേണം, അമ്മാമയെ കുറച്ച് പാത്രങ്ങൾ വേണം. സുഖമാണോ? സന്തോഷമായിരിക്കുന്നുവോ? അതാണ് അവിടെ വിടുതൽ സംഭവിച്ചത്. ഇന്ന് രാത്രി പാത്രങ്ങൾ തീരുവോളം ദൈവപ്രവൃത്തി ദൂതൻ മുഖാന്തരം കുടുംബത്തിനകത്ത് നിറച്ചെങ്കിൽ, ഉള്ളത് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ആ കുടുംബം തയ്യാറായപ്പോൾ ഇല്ലാത്തതിനെ അല്ല നിറച്ചത്, ഉള്ളതിൽ കൂടെ ദൈവം നിറയ്ക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന നമ്മളുടെ മേൽ ഉള്ളതിനെ നിറയ്ക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇല്ലാത്തതിനെ ഉളവാക്കുന്ന ദൈവം മാത്രമല്ല, ഉള്ളതിനെ വർദ്ധിപ്പിക്കാനും ദൈവത്തിന് ഇന്ന് രാത്രി കഴിയും. ഒഴിഞ്ഞിരിക്കുന്നത് മാത്രമല്ല, നിറയിരിക്കുന്നതിനെ പകരും തോറും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് രാത്രി കാനാവിലെ കല്യാണ വീട്ടിൽ സകലവും തീർന്നിരിക്കുമ്പോൾ അവിടുത്തെ സ്ഥിതി വേറെയാണ്. അവിടെ അയൽവക്കത്ത് പോകേണ്ട കാര്യമില്ല. ഇതുവരെ നിന്റെ കാൽ ചവിട്ടിക്കഴിയത് പലതും 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് നീ പുറം തള്ളിയതിനെ അവിടെ കിടപ്പുണ്ട്. അതിനെ കഴുകി കൊണ്ടുവന്ന് വെള്ളം നിറയ്ക്ക്. അതിനകത്ത് ഞാൻ എന്റെ പ്രവൃത്തിയെ ഞാൻ അയക്കും. സ്തോത്രം പറ. ഇന്ന് രാത്രി പലതും പുറം ചേറ്റി കിടപ്പുണ്ട്. അതിനെ കഴുകിക്കൊണ്ടുവരുവാൻ നിന്റെ ബ്രദറിനോട്, നിന്റെ സഹോദരനോട് അല്പം മിനിറ്റ് ഇരുന്നു കൊണ്ട് സുവിശേഷം അറിയിക്കുവാനും, അവന്റെ തോളിൽ കൈയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാനും, ഇടയ്ക്ക് അവൻ അടുത്തുപോയി കിടക്കുവാനും, ഇടയ്ക്ക് അവനോടൊന്ന് സംസാരിക്കുവാനും കഴിയാത്ത ദൈവവൈതലെ, ഇന്ന് രാത്രി നമുക്കകത്തിരിക്കുന്ന ചില ശൂന്യതകളെ പണിയാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഒരു വാണിംഗ് തരികയാ. ഇല്ലാത്തതിനെ നിറയ്ക്കുന്നതല്ല, ഉള്ളതിനെ നിറയ്ക്കാൻ എൻ്റെ ദൈവം സർവശക്തൻ. ആ സബ്ജക്റ്റ് എൻ്റെ അല്ല കേട്ടോ, അവിടെ കഴിഞ്ഞു പോയി ദൈവം ദൂത് പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. അതെന്റെ സബ്ജക്റ്റ് അല്ല. ഇവിടെ നമ്മൾ വായിച്ചു വന്ന വാക്യം, ആമേൻ സ്തോത്രം. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷക്കാരന്മാരും, പ്രൈസ് ദി ലോർഡ്, ആമേൻ ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. ദൂതന്മാരെ കുറിച്ച്. ഹല്ലേലൂയ. മനുഷ്യനെ കുറിച്ചല്ല കേട്ടോ, ദൂതനെ കുറിച്ച്. ഇന്നലെ മനോഹ ദൂതനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൂതനോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൂതൻ പേര് ചോദിച്ചു. നോ, ഞാൻ പേര് പറയത്തില്ല. മനോഹ വിചാരിച്ചാണ് വേറെ എന്തോ കാര്യത്തിന് വേണ്ടിയാണ്. സ്തോത്രം. നോ, ഞാൻ പേര് പറയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ അവനെ ഒന്ന് കാണിച്ചു കൊടുത്തു ഞാൻ ആരാണെന്ന്. ആമേ സ്തോത്രം. ദൈവം നിനക്ക് കാണിച്ചു തരും ഞാൻ ആരാണെന്ന്. ആമേ, എൻ്റെ ശക്തി എന്താണെന്ന് നിനക്ക് കാണിച്ചു തരും. പല രാത്രികളിൽ ദൈവം നിനക്ക് കാണിച്ചു തന്നില്ലേ? പലപ്പോഴും നീ ഒറ്റപ്പെട്ട് നിരാശപ്പെട്ട് ചില തലത്തിൽ മാറിയിരിക്കുമ്പോൾ ദൈവം നിനക്ക് തനിമയോടെ കാണിച്ചു തന്നില്ലേ? എനിക്ക് മുകളിൽ വേറെ ഒരുത്തനുമില്ല, ഞാൻ തന്നെ എന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കുറിച്ച് ആമേ സ്തോത്രം വേദപുസ്തകത്തിനകത്ത്, അതായത് എബ്രായ ലേഖനത്തിനകത്ത് ആമേ സ്തോത്രം 1, 2 തുടങ്ങി പറയുമ്പോൾ നോക്ക്, ഒന്നാമത്തെ ആമേ വാക്കിതാണ് ശാലേം രാജാവ്, ബ്രാക്കറ്റിൽ സമാധാനത്തിന്റെ രാജാവ്. 2, നീതിയുടെ രാജാവ്. രണ്ടാരാ? നീതിയുടെ രാജാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3, പിതാവില്ല. പ്രൈസ് ദി ലോർഡ്. പിതാവില്ല, മാതാവില്ല,
വംശാവലിയില്ല. അവനെക്കുറിച്ച് എന്തില്ല? പിതാവില്ല, പിന്നെ മാതാവില്ല, പിന്നെ വംശാവലി പറയാനില്ല. 4, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ജീവാരംഭമില്ല, ജീവ അവസാനമില്ല എന്ന് തുടങ്ങി 20 പോയിന്റുകൾ അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് കൊടുക്കുമ്പോൾ കളങ്കമില്ലാതെ 20, 1, 2 എന്ന് പറഞ്ഞ് സകലത്തെക്കുറിച്ചും കൊടുക്കുമ്പോൾ ബഹുമാന്യ സഭ ഇന്ന് രാത്രി കേൾക്കണം. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. 5, ദൈവത്തിന്റെ പുത്രന് തുല്യനായി എഴുന്നേൽപ്പാൻ എന്നേക്കും ഒരു പുരോഹിതൻ. പ്രൈസ് ദി ലോർഡ്. 6 പറയുന്നത് ഇങ്ങനെയാണ്, അവൻ അനുഗ്രഹിക്കുന്നവനാണ്. 7, അബ്രഹാം അവന് ദശാംശം നൽകിയെന്ന്. അവിടെ എവിടെ നൽകിയെന്നറിയാമോ? ശാലേം വഴി കടന്നു വന്നപ്പോൾ ശാലേം രാജാവായ മൽക്കീസദേക്കിന് അബ്രഹാം ദശാംശം കൊടുത്തു. എങ്ങനെ കൊടുത്തു? സകലത്തിൽ നിന്നും 10 കൊടുത്തു. എന്തിനാ കൊടുത്തത്? തന്റെ സഹോദരനായിരിക്കുന്ന ലോത്ത് ശത്രുപാളയത്തിൽ പിടിക്കപ്പെട്ടു. ലോത്തിനെ വിടുവിച്ചുകൊണ്ട് തിരിച്ചു മടങ്ങി വരുന്ന വഴിക്ക് ശാലേം എന്ന രാജ്യത്താമ സ്ഥലത്ത് കൂടെ അവർ കടന്നു വരപ്പെടുമ്പോൾ, ശാലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. 318 അഭ്യാസികളും കൊണ്ടുപോയി, ആമേൻ സ്തോത്രം, അവിടെ പാളയത്തിൽ കിടന്ന് കൂട്ടയടി ഉണ്ടാക്കിയ ലോത്തിനെ വിടുവിച്ച് തിരിച്ചു മടങ്ങിക്കൊണ്ടുവരുന്ന ഒരു അവസരത്തിൽ 7-ാമത്തെ ഭാഗം പറയുന്നു, അവന് ദശാംശം കൊടുത്തു എന്ന്. 8, യഹൂദ ഗോത്രക്കാരൻ. ഹല്ലേലൂയ. ഇവന്റെ പേരെന്താ? യഹൂദ ഗോത്രക്കാരൻ. 8-ാമത്തെ ഭാഗത്തിൽ പറയുന്നു, യേശു കർത്താവ് ആരെന്നറിയാമോ? യഹൂദ ഗോത്രക്കാരൻ. ഹല്ലേലൂയ. എന്നാൽ 9-ാമത്തെ ഭാഗം എന്ത് പറയുന്നു? ഏക യാഗം. അവന് തുല്യം ആരും യാഗമായി തീർന്നില്ല. അവൻ മാത്രമാണ് ഈ യാഗം സമ്പൂർണ്ണൻ. അവനാണ് ഈ യാഗവസ്തു. അവൻ നിനക്കും എനിക്കും വേണ്ടി യാഗം കഴിച്ചു. ആമേ. 10-ാമത് എന്താ പറയുന്നത്? സ്വന്തം ശരീരം. അവൻ നിനക്ക് വേണ്ടി സകലത്തെയും അടിച്ചു മറിച്ചില്ലേ? ഒരു ശകലം പോലും സ്പേസ് ഇല്ലാതെ ശരീരത്തെ ഒരു നിലം ഉഴുതുമറിക്കുന്നത് പോലെ അടിച്ചു തകർത്തില്ലേ? 11-ാമത്തെ വാക്യം പറയുന്നു, മരണമില്ലാത്ത ദൈവപുത്രൻ. ഹല്ലേലൂയ. അവൻ ആരെന്നറിയാമോ? മരണമില്ലാത്ത ദൈവപുത്രൻ. 12-ാമത് എന്താ പറയുന്നത്? സകല മനുഷ്യർക്കായി തന്റെ ജീവനെ മറുവലയായി കൊടുത്തവൻ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞ്, നിനക്ക് വേണ്ടി ശത്രു വാദിക്കുമ്പോൾ നിനക്ക് വേണ്ടി ജീവനെ കൊടുത്ത ഒരുത്തനാണ്. ആമേൻ സ്തോത്രം. സകല മനുഷ്യർക്കായി ജീവനെ നൽകിയവൻ. 13 പറയുന്നു, പാപ പരിഹാരകൻ. പാപത്തിനകത്ത് നിന്ന് പരിഹാരം വരുത്തി പുറത്തു കൊണ്ടുവരുന്നവന്റെ പേര് പാപ പരിഹാരകൻ. അവന്റെ പേരാണ് പാപ പരിഹാരകൻ. 14-ാമത്തെ ദൂതെന്തെന്നറിയാമോ? യാഗമരണം മറ്റുള്ളവർക്കായിട്ട്. ആർക്കായിട്ട്? നിനക്കായിട്ട് മാത്രമല്ല, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, നിന്റെ ദേശത്തിന് വേണ്ടി, നിന്റെ രാജ്യത്തിന് വേണ്ടി, നിന്റെ പട്ടണങ്ങൾക്ക് വേണ്ടി, 198 രാജ്യങ്ങൾക്ക് വേണ്ടി, ഇനിയും സൂര്യനെത്താൻ കഴിയാത്ത 8 രാജ്യങ്ങൾക്ക് വേണ്ടിയും കൂടെ അവൻ സകലത്തവർക്ക് വേണ്ടിയും മരിച്ചവനാണ്. ഹല്ലേലൂയ. എന്നാൽ 15-ാമത്തെ ദൂതെന്തെന്നറിയാമോ? സ്വർഗത്തിലേക്ക് പോയവൻ. അവന്റെ പേരാണ് സ്വർഗത്തിലേക്ക് പോയവൻ. ഇവന് മരണമില്ല. മരണത്തെ അവനെ തൊടാൻ കഴിയത്തില്ല. മരണത്തെ ജയിച്ചവനാണ്. അതാണ് ദൈവത്തിന്റെ പുത്രൻ. ഇവനാരാ? മരണമില്ലാത്തവൻ. ആമേൻ. 15-ൽ എന്താ പറയുന്നത്? സ്വർഗത്തിലേക്ക് പോയവൻ. 16-ൽ എന്താ പറയുന്നത്? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം കാര്യാദികൾ ചെയ്യുന്നവൻ. ഇന്ന് രാത്രിയിൽ 16-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം അടുക്കും ചിട്ടയോടും കൂടി കാര്യാദികൾ ചെയ്യുന്നവൻ, പിതാവിനെ നിലയ്ക്ക് നിർത്തി പിതാവിന്റെ ഇഷ്ടപ്രകാരം ഭൂമിയിൽ വച്ചിരിക്കുന്ന മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം സ്വർഗത്തിലെ ദൈവം സകലതും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ പറയുന്നു, മൽക്കീസദേക്കിന് ക്രമപ്രകാരം നിൽക്കുന്നവൻ. എന്നാൽ 17-ൽ എന്ത് പറയുന്നു? പെരുന്നാൾ. സമ്പൂർണ്ണ യാഗം. ഇവൻ യാഗമായി തീർന്നു. എന്താ യാഗം? പെരുന്നാൾ സമ്പൂർണ്ണ യാഗം. സകലത്തിന്റെ മേലും യാഗമായി തീർന്നവൻ. എന്നാൽ 18-ൽ എന്ത് പറയുന്നെന്നറിയാമോ? പുരോഹിത വസ്ത്രം ധരിച്ചില്ല. ഇവൻ പുരോഹിത വസ്ത്രം ധരിച്ചില്ല. ഇവൻ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ ഇഴയൊന്നും തയ്യലൊന്നുമില്ല, ഒരു എംബ്രോയ്ഡ് വർക്കുമില്ല.
ഒറ്റ തുണിയിൽ, ഒരു തുണിയിൽ മാറുമറച്ചവൻ, നഗ്നത മറച്ചവൻ, ഇവന്റെ വസ്ത്രത്തവൻ രാജവസ്ത്രം ധരിക്കാത്തവൻ. അപ്പോഴാ ചോദിച്ചത്, നീ രാജാവല്ലേ? അതെ, ആമേ സ്തോത്രം, ഞാൻ രാജാവ്. എനിക്കും നിനക്കും തമ്മിൽ ഒത്തിരി അന്തരംഗമുണ്ട്. എന്റെ പിതാവല്ല നിന്റെ പിതാവ്. ഞാൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. ഹല്ലേലൂയ, ഞാൻ രാജാവാണ് എന്ന് 18-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, എന്നാൽ നോക്കൂ 19-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ യാഗമരണം, പ്രൈസ് ദി ലോർഡ്, അവൻ എന്ത് ചെയ്തു? ഈ യാഗമായി തീർന്ന മാത്രമല്ല, യാഗത്തിന് മരണമായി തീർന്നു. എന്നാൽ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നു, അവൻ സ്വർഗീയ കൂടാരത്തിലെ മധ്യസ്ഥത മാത്രമല്ല, അവൻ വീണ്ടെടുപ്പുകാരൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ മധ്യസ്ഥൻ മാത്രമല്ല കേട്ടോ, അവൻ വീണ്ടെടുപ്പുകാരനാണ്. അങ്ങനെ 20 ഭാഗമായിട്ട് ഇതിനകത്ത് ആമേൻ ആമേൻ അപ്പോസ്തലനായ പൗലോസ് തന്നെ കുറിച്ച് വർണ്ണിച്ചിരിക്കുമ്പോൾ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, ദൈവത്തിന് വേണ്ടി നിൽക്ക്. മുഴങ്കാൽപ്പടി നിന്ന് ചിലത് പ്രാപിക്കാനുള്ള സുദിനം അടുത്തു വന്നിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ നിൽക്കട്ടെ, 20 പ്രാവശ്യം 20 പോയിന്റുകളായിട്ട് പൗലോസ് ഈ പുസ്തകത്തെ ഒന്ന് പഠിക്കുക. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇത് നാവിതും കല്ലും, ആമേൻ, കവണയും കോലും, ഏലിയാവിന്റെ കാക്കയും, ആമേൻ, കെരീത്ത് തോടും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ശൗലിന്റെ ഗോത്രങ്ങളും അല്ലാതെ മറ്റെന്തെങ്കിലും കിട്ടുന്നുണ്ടോ? പോരാ, ഇത് പോരാ എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ തീരുമാനമുണ്ടോ? എന്നാൽ ഇന്ന് രാത്രി ആരോടൊക്കെ പറയുന്നു, നിന്നേക്കാൾ നീ അറിയാതെ നിന്നെ വേറെ ധ്രുവത്തിൽ കൂടെ സഞ്ചരിപ്പിക്കുന്ന, ഇന്നലകളിൽ നിന്നോട് സംസാരിച്ചവർ നോക്കി അന്തം വിട്ട് നിൽക്കുന്നത് പോലെ ഇന്ന് രാത്രി നിന്റെ വായിക്കൂടെ അടർന്നു വരുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ, ആമേ സ്തോത്രം, വെളിയിലേക്കിട്ട വാക്ക് തിരിച്ചെടുക്കാൻ കഴിയാതെ അന്തം വിട്ട് നിൽക്കുന്നത് പോലെ ശ്വാസം പിടിച്ചൊറ്റ ശ്വാസത്തിൽ 500 വാക്യങ്ങൾ പുറത്തു വരുന്നത് അവര് കണ്ട് ഞെട്ടി നിൽക്കുമാറ്. ഹേ ദൈവമൈതലേ, നിന്നോടാ പറയുന്നേ, ആമേ, ഒറ്റ ശ്വാസത്തിൽ ചില പോയിന്റുകൾ ശത്രുവിനെ തിരിതെറ്റിക്കടിച്ച് അവനെ താഴെയിടാൻ ഈ ദിവസങ്ങളിൽ നീ തയ്യാറാകുമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്നേ. ഹല്ലേലൂയ, എൻ്റെ കർത്താവിന് നിന്നെക്കുറിച്ച് വലിയ പ്ലാനുകളുണ്ട്. ആമേൻ, അവന് വലിയ പ്ലാനുകളുണ്ടെന്നേ. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നമ്മെക്കുറിച്ച് വലിയ പ്ലാനുണ്ട്. ഹല്ലേലൂയ. ഒരു കത്രിമേശ വന്ന് അടുത്ത കത്രിമേശ വരെ നോക്കിയിരിക്കണ്ട കേട്ടോ. എല്ലാ ദിവസവും പൗലോസ് പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും നമ്മുടെ മുമ്പിൽ എന്തുണ്ട്? കത്രിമേശയുണ്ട്. രാവിലെ എഴുച്ചിരുന്ന് മമ്മി എൻ്റെ ബെൽറ്റ് കോഫി എവിടെയെന്ന് ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. രാവിലെ എഴുച്ചിരുന്ന് അന്നത്തേക്കുള്ള മന്ന പ്രാപിച്ച് മുഴങ്കാലിൽ പ്രാപിച്ച് മുമ്പിലോട്ട് പോകുന്ന ദൈവകുഞ്ഞെ, നിന്നോട് ദൈവാത്മാവെന്ന് രാത്രി പറയുന്നു, അന്നന്ന് പ്രാപിക്കേണ്ടത് നീ അന്നന്ന് പ്രാപിക്കണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നന്ന് പ്രാപിക്കണം ഓരോ ദിവസത്തിലും. എന്നാൽ പഴയ നിയമത്തിലെ പുരോഹിതന്മാരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ പ്രധാനപ്പെട്ട പുരോഹിതന്മാർ 9 പേരുണ്ട്. ആമേൻ, പ്രധാനപ്പെട്ട പുരോഹിതന്മാർ. ആമേൻ, സ്തോത്രം. നിങ്ങൾ വചനം പഠിക്കുന്നവരായിരിക്കണം, വചനം വായിക്കുന്നവരായിരിക്കണം, വചനം ഗ്രഹിക്കുന്ന, അത് സർവോപരി വചനത്തിന് മുമ്പിലിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ധ്യാനിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ആമേ, പലരും പറയാറുണ്ട്, ഈ വേദപുസ്തകം ഞാൻ 5ഉം 6ഉം പ്രാവശ്യവും വായിച്ചു. ഞാൻ ആമേ വാസ്തവത്തിൽ ദൈവനാമത്തിൽ പറയാം, ഒരു പ്രാവശ്യം പോലും വായിച്ച് പൂർത്തീകരിച്ചിട്ടില്ല. പേടിയാവുന്നു എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയാറുണ്ട് 8ഉം 10ഉം പ്രാവശ്യവും ഞാൻ വായിച്ചു. ഞാൻ ചോദിച്ചു, പ്രൈസ് ദി ലോർഡ്, ആമേ, ദാവീദ് ആമേ ഗോലിയാത്തിനെ കൊന്ന അധ്യായം ഏതാണ്? നാളെ പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ ഞാൻ ഭാര്യയോട് ചോദിക്കട്ടെ? അല്ല, അത് ശമൂവേലല്ലേ? എന്നോട് ചോദിക്കുക. അല്ല, അത് ചിലപ്പോൾ ന്യായാധിപന്മാരിലായിരിക്കും. അല്ലല്ല, അല്ല, വെളിപ്പാടിലല്ലേ? അല്ലല്ല, അല്ല, അത് മലാക്കിയിലല്ലേ? എത്ര പ്രാവശ്യം വായിച്ചു? 5 പ്രാവശ്യം മൊത്തം വായിച്ചു. 66 പുസ്തകം വായിച്ചു. ആമേൻ. പക്ഷെ ഒന്നും അകത്തോട്ടില്ല. ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് പുറപ്പാടില്ല. സ്വത്രം. ആമേൻ. ഉൽപ്പത്തി പുറപ്പാട്. ഞാനിപ്പോൾ ശിശു. പുറപ്പാട് മാത്രമേ തീർന്നിട്ടില്ല. ആമേൻ. നോക്കൂ, 2 പുസ്തകം പോലും തീർന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് രാത്രി 8ഉം 10ഉം വായിച്ചവരിപ്പുണ്ട്. പറയട്ടെ, വായിക്കുന്നത് മാത്രമല്ല, ഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ.
വായിച്ച മാത്രം പോരപ്പനെ, ഗ്രഹിക്കണ ഒരു വാക്യം, ഒരു വരി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ ഒരു വരിക്കകത്ത് 1000 ദൂതുകളുണ്ട്. 1000 ദൂതുകൾ ആമേൻ വരിക്കകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനകത്ത് ജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ജീവനുണ്ട് അതിനകത്ത്. ആ ജീവനാണെന്ന് രാത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവനുണ്ടെന്നേ. അവൻ ആ ജീവനില്ലാത്ത ഒന്നും ഇതിനകത്തില്ല. മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ജീവനാ ഓരോ വാക്യത്തിനകത്തും. അന്ന് അപ്പോസ്തലനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രിയിലും ഇതിനകത്തും ഉയർക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വചനത്തിലേക്ക് വരാം. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാമല്ലോ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 സങ്കീർത്തനം, അതിന്റെ 7-ാമത്തെ വേദാംശത്തിലേക്ക് ഒന്ന് വരാമോ? 34 സങ്കീർത്തനം 7-ാമത്തെ വേദാംശത്തിൽ ഇങ്ങനെ പറയും, ആമേൻ, ദൈവത്തോട് ആമേൻ വിശ്വസ്തരായവരെ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തോട് എന്തായിരിക്കണം? വിശ്വസ്തരായവരെ ദൂതന്മാർ ആമേൻ വാഴ്ത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാർ എന്ത് ചെയ്യുന്നു? അവരെ സംരക്ഷിക്കുകയും അവരെ വാഴ്ത്തുകയും ചെയ്യും. അതിന് പ്രത്യേകിച്ചൊരു ദൂതന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. വായിച്ചാട്ടെ. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. പാളയമിറങ്ങി. ഒരു പാളയം എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ പാളയമല്ല ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. ഒരു 500-600 പേരെ കൊള്ളുന്ന ഒരു പാളയമല്ല. ആമേൻ. ഒരു പടയ്ക്ക് ജനം ഒരുങ്ങി നിൽക്കുമ്പോൾ എത്ര ജനം ഒരുങ്ങി നിൽക്കുമോ, ആയിരക്കണക്കിന് ജനം നിൽക്കുന്ന പാളയത്തിനകത്ത് ദൂതൻ ഇറങ്ങി നിൽക്കുക. ആരെ വിടുവിക്കാൻ? ഭക്തനെ വിടുവിക്കാൻ. ഹലോ, ഭക്തനെ. ആമേൻ. അതിന് മീശ എടുക്കണ്ട. മീശയും താടിയെടുത്ത് വെള്ള ഉടുപ്പൊന്നും ഇട്ടുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഭക്തനെ ദൂരെ വെച്ച് കാണുമ്പോൾ തന്നെ അറിയാം. അവരെ നടത്ത കാണുമ്പോൾ തന്നെ അറിയാന്നേ അവൻ ഭക്തനാണെന്ന്. ഇന്ന് പാസ്റ്റർ തിരിച്ചറിയണമെങ്കിൽ മീശ ഇല്ലാതിരിക്കണം. എങ്കിൽ മാത്രമേ പാസ്റ്റർ തിരിച്ചറിയാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പം മീശയില്ലെങ്കിൽ എല്ലാവരും പാസ്റ്റർമാരായി. അവിടെ അല്ല വിഷയം. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയണം. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ അടുത്ത് 5 മിനിറ്റ് വന്നിരിക്കുമ്പോൾ ചോദിക്കണം, എന്താ ജോലി? ആമേൻ. നിങ്ങൾ ചാടിക്കറി എന്ന് പറയരുത്. ഞാനൊരു ശുശ്രൂഷകനെന്നും പറയണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താ ജോലി? കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. അത്ര തന്നെ. നമ്മൾ കർത്താവിൻ്റെ കൂലിപ്പണിക്കാറല്ലേ? അല്ലേ? സൂര്യ അസ്തമിക്ക് മുമ്പേ ദൈവം നമുക്ക് കൊണ്ട് തരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മളിരിക്കുന്ന ശുശ്രൂഷ വലുതാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു 5 മിനിറ്റ് നമ്മുടെ അടുത്തിരിക്കുമ്പോഴേ അവർക്ക് തന്നെ മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇത് അദ്ദേഹം പറഞ്ഞത് ശരിയായ കാര്യമല്ല. സ്തോത്രം. ബസ്സിലാണെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ അങ്ങോട്ട് ഇറങ്ങും മുൻപേ നിന്നോട് പറയും, നിങ്ങൾ പറഞ്ഞ ജോലി ചെയ്യുന്ന ആളല്ല. സ്തോത്രം. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് കയറി മസ്കറ്റിൽ ഇറങ്ങുന്ന മുമ്പേ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്താ ജോലി? മേശൂരി പണിക്ക് പോവുക. മസ്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങും മുൻപേ എന്നോട് ചോദിച്ചു, ഒന്ന് പ്രാർത്ഥിക്കാമോ? ബസ്സിലാണ്. ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ട്രെയിനിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഫോണിൽ കോളെങ്കിലും വന്ന് നമ്മൾ ആ പ്രൈസ് റോഡിൽ പറയാം. ഇതിനകത്തൊന്ന് കോളും വരത്തില്ല. അന്തരീക്ഷത്തിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇറങ്ങുന്ന മുമ്പേ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്ലെയിനകത്ത് വെച്ച് പ്രാർത്ഥിച്ച് അവിടെ ഇറക്കിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ആരുടെയും മുമ്പ് നീ പ്രസ്താവിക്കണ്ട. നിന്റെ നടപ്പും ഇരിപ്പും കിടപ്പും നിന്റെ നോട്ടവും സംസാരവും കേൾക്കുമ്പോൾ തന്നെ അറിയാം നീ ഈ ലോകത്തിലെ വ്യക്തിയല്ല, വരുവാനുള്ളവന്റെ മകനാണെന്നുള്ള കാര്യം അടുത്തിരിക്കുന്നവന് മനസ്സിലാക്കുവാൻ ദൈവം അവന്റെ ബുദ്ധിക്ക് തോന്നിക്കുമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, കാറ്റിനെ അവന്റെ ദൂതന്മാരും അഗ്നി ജ്വാലയെ അവന്റെ ശുശ്രൂഷക്കാരും ആക്കി വച്ചിരിക്കുന്ന ദൈവത്തിന്റെ കരം പറയുന്നു, അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും അവൻ പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഭക്തന്മാരെ കാണുമ്പോൾ അറിയാമെന്ന്. ഹല്ലേലൂയ. അവർ നമുക്ക് കാണുമ്പോൾ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ വലിയ കാറിലൊന്നും വരേണ്ട കാര്യമില്ല. ആമേൻ. സ്തോത്രം.
അവർ വലിയ കോട്ടൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. അവർ ടൈ കെട്ടണ്ട, കിട്ടിയെങ്കിൽ നല്ലത് കെട്ടിക്കോ, കുഴപ്പമില്ല. ആമേൻ. അവർ വലിയ ബെൻസിലൊന്നും വരണ്ട, നടന്നു പോണെങ്കിലും പറയും. പറഞ്ഞില്ലേ ദിനേശ് ബ്രദറെ, പറഞ്ഞില്ലേ ജോബി, പറഞ്ഞില്ലേ ആമേ തങ്കമേറ്റി, പറഞ്ഞില്ലേ ഇതാ എന്റെ പടിവാതിലൂടെ പോകുന്ന ഒരു മനുഷ്യൻ, ഇതാ എന്റെ വീട്ടുമുറ്റത്തൂടെ പോവുക. ആമേൻ. അവനെ കണ്ടപ്പോ എനിക്ക് തോന്നി അവന് വേണ്ടി ഒരു റൂം പണിയണം. ഹല്ലേലൂയ. എന്റെ പടിവാതിക്കൽ കൂടെ പോകുന്നവർ, അങ്ങനെ ഉള്ളവരുന്നുണ്ടോന്ന് അറിയത്തില്ല. കാരണം അങ്ങനെ ഉള്ളവർ അവള് ശ്രദ്ധിച്ച കാര്യം, ഇന്നത്തെ പോലെ ഇങ്ങനെ പോകത്തില്ല കണ്ണ്, ഇങ്ങനെ കഴുകന്റെ കണ്ണ് കറങ്ങും പോലെ ഇന്ന് കറങ്ങുന്ന, എവിടെയൊക്കെയോ നോക്കിക്കൊണ്ട് പോകുന്നു. അതല്ല അവിടെ വിഷയം. അവന്റെ എയിം, ശുശ്രൂഷകൻ പോകുന്ന വഴി, അവന്റെ നടപ്പ് അന്വേഷിക്കുന്ന 1000 കണ്ണുകളുണ്ട്. ഇന്ന് രാത്രി വേറെ ആരന്വേഷിച്ചില്ലെങ്കിലും നിന്നെ കാണുന്നൊരു സ്വർഗമുണ്ട്. 100 പേര് നിന്നെ കുറിച്ച് സകലതും ആമേൻ തിന്മ പറയുമ്പോൾ നിന്നെ കുറിച്ച് പ്രസന്റ് ഇടുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ശൂന്യങ്കാരത്തെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി എലീശയെ അവിടെ പിടിച്ച് ഒരു റൂം പണിത് കിടത്തിയെങ്കിൽ ഇന്ന് രാത്രി അവൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അവൾ നോക്കിയിരിക്കുക ഒരു ദൈവപുരുഷന് വേണ്ടി. ആമേൻ. നോക്കിയിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ പള്ളിയിൽ പാസ്റ്റർമാരൊക്കെ വരുമ്പോ, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോ, ഒന്ന് അറിഞ്ഞു കഴിയുമ്പോ, ആമേൻ സ്തോത്രം, നിങ്ങൾ പറയണം പാസ്റ്ററെ നമുക്ക് ഇന്ന വീട്ടിൽ കൂടെ പോണം, വന്നേ പറ്റൂ. അങ്ങനെ സമയമുള്ളപ്പോൾ മാത്രം വന്നാ മതി, ഇവിടത്തേക്ക് മാത്രം വരണ്ട. കെട്ടപ്പെട്ട് കിടക്കുന്ന അനേകരുണ്ട്, അവിടെയും പ്രാർത്ഥിക്കാൻ പോണം. സ്തോത്രം. നിങ്ങൾക്കറിയോ, ഒരു ചർച്ചിൽ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ 8ഉം 10ഉം വീട്ടിൽ കൊണ്ടുപോകും പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആ അഭിഷേകത്തിന്റെ താല്പര്യം എത്രയെന്നറിയാമോ? സ്തോത്രം. ഞാൻ പലപ്പോഴും അതിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിൽക്കാറുണ്ട്. അവരുടെ വ്യഗ്രത, ഫസ്റ്റ് അവിടെ വന്ന് പോകണം, അപ്പുറത്തൊന്ന് പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് വണ്ടിയൊന്നുമില്ല, സൈക്കിൾ പോലും കാണത്തില്ല ചില അഭിഷേകന്മാർക്ക്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് കൃപയാൽ ആമേൻ വാഹനങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അവരെയും കയറ്റി വീടുകളിലെല്ലാം പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ ആമേൻ, പലരും മീറ്റിംഗ് കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ ഞങ്ങളെപ്പോലെ ഉള്ളവര് ആമേൻ നടുവ് 21 വാരിയെല്ല് ഒടിഞ്ഞാൽ എങ്ങനെ വേദനയുണ്ടെന്നറിയാമോ? അത്രയും വേദന. ഒരു പുരുഷന് 21 വാരിയല്ലേ ഉള്ളൂ കേട്ടോ, 22 ഉണ്ടോന്ന് ഒന്ന് പോയി. 21 വാരിയെല്ലും ഒടിഞ്ഞാലുള്ള വേദന എത്രയുണ്ടെന്നറിയാമോ? അത്രയും വേദന ഉണ്ടാകും ഇതെവിടെ എല്ലാം പ്രാർത്ഥിച്ച് കയറുമ്പോൾ. സ്തോത്രം. ജോബിക്കറിയാം, നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ തീ ഇറങ്ങാതെ പോകത്തില്ല. ഇല്ല ജോബി? പ്രൈസ് ദി ലോർഡ്. അവിടെ തീ ഇറങ്ങാതെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. വീടില്ല, പരിസരമില്ല, ഒന്നുമില്ല. അവർ ഫ്രീ ആണെങ്കിൽ, അവർ ആരാധിക്കുന്നവരാണെങ്കിൽ സമയം അങ്ങ് വിട്ടുകൊടുക്കും. കർത്താവിൻ്റെ ദൂതൻ കാര്യങ്ങൾ മണിയായിട്ട് ഒന്നൊന്നായി കെട്ടുകൾ പൊട്ടിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി നിങ്ങളുടെ അഭിഷക്തന്മാർ ഭവനത്തിൽ വരുമ്പോൾ പറയണം, എനിക്ക് കുറഞ്ഞത് 5 വീട്ടിൽ പോകാനുണ്ട്. അതെങ്ങനെ പാസ്റ്റർ വന്നിട്ട് പോയാ മതി? പോണൂല്ലല്ലോ. പോയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യായിരുന്നു. അങ്ങനെ ഒന്നും നിങ്ങൾ പറയരുത്. സ്തോത്രം. അങ്ങനെ ഒന്നും നിങ്ങൾ പറയരുത്. അഭിഷക്തനെ മാക്സിമം ഉപയോഗിക്കണം. മാക്സിമം. ഒരു ടവൽ വെള്ളത്തിലെടുത്ത് അവൻ ഇട്ടിട്ട് മുറുക്കിയെടുക്കുന്നത് പോലെ മാക്സിമം അഭിഷക്തന്മാരെ മുറുക്കിയെടുക്കണം. കൃപകളും കൃപാവരങ്ങളും അവര് പ്രാപിക്കണം. ആമേൻ. അവര് പോകാത്തടുത്ത് നിങ്ങൾ കൊണ്ടുപോകണം. നമ്മുടെ ഡ്യൂട്ടിയാ. എന്തോ ദൈവാത്മാവനോട് അങ്ങനെ പറയാൻ പറയുന്നു. ഇന്നൊരു അഭിഷക്തന് വീട്ടിൽ വന്നാൽ എങ്ങനെയെങ്കിലും പോയാ മതി. സ്തോത്രം. ഞങ്ങളൊക്കെ ചില വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടാറുണ്ട്. ആമേൻ. സ്തോത്രം. ഞങ്ങളെന്ന് വിടാറില്ല, ഞങ്ങൾ ഇറങ്ങി ഓടാറുണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ. സ്തോത്രം. ആമേൻ. കാരണം അടുത്ത വീട്ടിൽ പോകാനുള്ളതുകൊണ്ടാ.
ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ നമ്മെ ഏൽപ്പിച്ച ദൂതുകൾ ചെറുതല്ല, വലിയ ദൂതുകളാ. എവിടെയെങ്കിലും ആത്മാർത്ഥതയോടെ അഭിഷക്തന്മാർ കാലൂന്നിട്ടുണ്ടെങ്കിൽ ഭവനങ്ങൾ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും മണിക്കൂറുകൾ മുഴങ്കാൽ മടക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നൂറുകണക്കിന് സംഭവം ഇതിനകത്ത് അറിയാമെന്നുള്ള ഒരാളിനകത്തിരിപ്പുണ്ട്. പ്രൊഫസർക്കറിയാം, എവിടെയെങ്കിലും നമ്മൾ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം വിടുതൽ വ്യാപരിച്ചിട്ടുണ്ട്. അറിയാമോ? മണിക്കൂറുകൾ ഉപവാസങ്ങളും ഭവനങ്ങളിൽ കത്രുമേശയും വച്ചിട്ടുണ്ട് ഞങ്ങൾ. ഹല്ലേലൂയ. 5 പേരെങ്കിലും 6 പേരെങ്കിലും 3 പേരെങ്കിലും തിരുമേശ വരെ ഞങ്ങൾ വീടുകൾ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ജനം വിടുവിക്കപ്പെടണം, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. അങ്ങനെയുള്ളതൊക്കെ വിടുവിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവം അവർക്ക് വേണ്ടി വഴികൾ തുറന്നിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രിയിൽ പറയുക, ദൈവം നിങ്ങൾക്ക് തരുന്ന സമയം, അഭിഷക്തൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടു നടന്ന് ശുശ്രൂഷകൾ പരമേൽപ്പിപ്പാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഇപ്പൊ ചിലർ പറയും, പാസ്റ്റേ വരുന്നത് ആരും അറിയണ്ട, കരിയില പോലും അനങ്ങരുത്, പാസ്റ്റർ റോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ചെരിപ്പൂരി കൈയെടുത്തോളണം. എന്നോടൊരാൾ പറഞ്ഞതാ, പാസ്റ്റേ നിങ്ങൾ റോട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ചെരിപ്പൂരി എടുത്തോളണം. എന്താ കാര്യം? ചെരുപ്പൂരി എടുത്തില്ലെങ്കിൽ സൗണ്ട് കേൾക്കും. ഞാൻ പറഞ്ഞു, ചെരുപ്പില്ലാതെ ഒരു അടി പോലും മുമ്പിലോട്ട് വയ്ക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഷൂ ആയിട്ടേക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആണോ? അതെ. ഞാൻ മാക്സിമം എത്രത്തോളം കരിയിലെ പുറത്ത് ചവിട്ടാൻ പറ്റുമോ അത്രത്തോളം ചവിട്ടി ഒച്ചയിട്ട് വരും. കാരണം പ്രാർത്ഥന മുഴങ്ങുമ്പോൾ മാളത്തിയത് ചിലത് പൊങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അഗ്നിജ്വാല തന്റെ ദൂതന്മാരാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിനായിരിക്കുന്ന ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ദൂതന്മാരറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതേപോലെ സംഭവിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ 20 പോയിന്റ് നിരത്തി വച്ചില്ലേ? അതിനകത്ത് നിങ്ങൾ എഴുതിയെങ്കിൽ വായിച്ചു പഠിച്ചു നോക്ക്. അതിനകത്തുള്ള ദൂതുകൾ നിങ്ങൾ നോക്ക്. ആമേൻ. ഇത് നിങ്ങൾ പുസ്തകങ്ങൾ പരിശോധിക്കേണ്ട. അതിനകത്ത് നിങ്ങൾ ആ പുസ്തകത്തിനകത്തുള്ള സകല വാർത്തകളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നെങ്കിൽ, ദൈവാത്മാവിൽ പറഞ്ഞു തന്നാൽ, ഇനി 9 പുരോഹിതന്മാരെ കുറിച്ച് പറയണം. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിനകത്ത് 9 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ നിയമത്തിലുള്ളവരെ. സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമത്തിലുള്ള പുരോഹിതന്മാരെ പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിവരിച്ച് വിസ്തരിച്ച് അതിൻ്റെതായ തലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അഭിഷക്തന്മാരെ ഹെൽപ്പ് ചെയ്യുന്നത്, അഭിഷക്തന്മാരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അഭിഷക്തന്മാരെ കാര്യാദികൾ നോക്കുന്നത് ഈ ഭൂമിയിലെ മനുഷ്യരല്ല, ഈ ഭൂമിയിലെ സംഘടനകളല്ല, ഈ ഭൂമിയിലെ വ്യക്തികളല്ല, പിന്നെ ആരാ? സ്വർഗത്തിലെ ദൂതൻ. പ്രൈസ് ദി ലോർഡ്. അതല്ലേ ഇവിടെ വായിച്ചത്? 34-ാമത്തെ സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം അതല്ലേ വായിച്ചത്? അടുത്ത് വായിക്കാം. 91-ാം സങ്കീർത്തനം അതിന്റെ 10ഉം 11ഉം വാക്യത്തിലേക്ക് വരാം. സങ്കീർത്തനം 91 അതിന്റെ 10ഉം 11ഉം വാക്യത്തിലേക്ക് വരാമോ? ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ എല്ലാ വഴികളിലും, ഒന്നല്ല, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട്, അതാ മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവം, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ കൽപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് മുമ്പിൽ എത്രയോ പേര് ഈ മാസം ഈ ഭൂമിയിൽ നിന്ന് എത്രയോ സ്വപ്നങ്ങൾ, എത്രയോ മോഹങ്ങൾ, എത്രയോ കോട്ടകൾ കെട്ടിയ, ശൃംഗാര കോട്ടകൾ മനസ്സിൽ കെട്ടിയ എത്രയോ പേര് ജീവൻ പൊലിഞ്ഞുപോയി. സ്തോത്രം. എത്രയോ പേര് തകർന്നു പോയി. ദൈവം നമ്മെ സൂക്ഷിച്ചില്ലേ?
ദൈവം നമ്മെ പരിപാലിച്ചില്ലേ? ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മെ നിർത്തിയില്ലേ? നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കണമെന്ന് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ നിന്റെ വഴികളിൽ ദൂതനെ നിന്റെ മുമ്പിലേക്ക് അവൻ അയക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ കാക്കേണ്ടതിന്, നിന്നെ കരുതേണ്ടതിന്, നിന്നെ പുലർത്തേണ്ടതിന്, നിന്നെ ഹെൽപ്പ് ചെയ്യേണ്ടതിന്, നിന്നെ വഴി നടത്തേണ്ടതിന്, നിന്റെ എല്ലാ കാര്യാദികളും നോക്കാൻ ഹല്ലേലൂയ ഒരു സർവന്റിനെ വയ്ക്കുന്നതിനേക്കാൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി നിന്നെ പരിപാലിപ്പാൻ, നിന്നെ ശുശ്രൂഷിപ്പാൻ അവൻ ദൂതന്മാരെ കാവൽ ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അവൻ ഇന്ന് രാത്രിയും പ്രവർത്തിപ്പാൻ ശക്തൻ. ഹല്ലേലൂയ. അവൻ ശക്തനായ ദൈവമാണ്. അവൻ പ്രവൃത്തിയിൽ ഭയങ്കരനാണ്. സ്തോത്രം. അവൻ പ്രവൃത്തിയിൽ ഭയങ്കരനായ ദൈവമാണ്. ആമേൻ. അവൻ പ്രവർത്തിപ്പാൻ ശക്തനാണ്. എന്തുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞത്? അവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അങ്ങനെ തന്നെ പറഞ്ഞ കാര്യം എന്താ? സ്തോത്രം. പകരം വയ്പ്പാൻ ആരുമില്ല. ഈ ദൈവത്തെ പകരം വയ്പ്പാൻ ആരുമില്ല. സ്തോത്രം. ഇവന് വംശാവലിയില്ല. ഇവന് മരണമില്ല. ഇന്ന് രാത്രി പറയുന്ന വാക്കുകൾക്കകത്ത് 1000 ദൂണ്ടെന്ന് മനസ്സിലാക്കണം. കൊച്ചുമക്കളില്ല, മക്കളെ ഉള്ളൂ. അതാരാ മക്കൾ? നമ്മളാ മക്കൾ. പ്രൈസ് ദി ലോർഡ്. എന്റെ അപ്പന് കൊച്ചുമക്കളില്ല, മക്കൾ മാത്രമാണ്. അതാണ് യോഹന്നാൻ പറയുന്നത്, മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. അവൻ അവകാശിയാണ്. ആരവകാശി? മക്കൾ അവകാശി. ചോദിക്കപ്പനോട് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ട് തരാതിരുന്നിട്ടുണ്ടോ? തരാതിരുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കുഴപ്പമല്ല. നീ ചോദിക്കേണ്ടതേ ചോദിക്കാവൂ. സ്തോത്രം. 3 വയസ്സായ കുഞ്ഞു പറയാ, അപ്പാ എനിക്ക് AK-47 അതെല്ലാം കഴിഞ്ഞു പോയല്ലോ. ഇപ്പൊ അതിനേക്കാൾ ഭയങ്കര റേഞ്ച് ഉള്ളതുണ്ട് ഇവിടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭയങ്കര റേഞ്ചുള്ള ബുള്ളറ്റുകൾ ഇന്ന് നമ്മുടെ വിപണിയിലുണ്ട്. വാങ്ങിത്താ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അപ്പൻ വാങ്ങിക്കൊടുക്കുമോ? ഇല്ല. കാര്യം എന്താ? നിനക്കത് ഉപയോഗിക്കേണ്ട പ്രായമായിട്ടില്ല. ആ പ്രായമാകുമ്പോൾ ദൈവം നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവൈതലേ, നിനക്ക് എന്തെങ്കിലും ചോദിച്ചിട്ട് കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കുഴപ്പമല്ല. ചോദിക്കേണ്ടതേ ചോദിക്കാവൂ. ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട സ്തോത്രം അവസരത്തിൽ നീ ചോദിച്ചു വാങ്ങ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പ്ലാന് ഇന്ന് രാത്രി ഉണ്ട്. ദൈവവൈതലേ, എന്താ ആ പ്ലാൻ എന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ആ പ്ലാനിനെ കുറിച്ച് നമ്മൾ പഠിക്കപ്പെടുമ്പോൾ ആ പ്ലാനിനകത്ത് ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ വിടുതലും ഇന്ന് രാത്രി വ്യാപരിക്കാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തൊരു വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. സ്തോത്രം. എന്താ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയൊരു ഭാഗമാണ്. എന്നാൽ ആ ഭാഗത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു ദൂത് കൂടെ പറയാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി അങ്ങോട്ട് ആ ഭാഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ 14-ാമത്തെ അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 6ഉം 7ഉം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്ന് വായിച്ചാട്ടെ. 14-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യം. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സകലത്തിന്റെ മേലും അധികാരമുള്ള ഒരു ദൈവം, സകലത്തിന്റെ മേലും ജ്ഞാനിയായ ദൈവം, സകലത്തിന്റെയും ഉറവിടമായ ദൈവം, സകലത്തിന്റെയും അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് പരിശോധിക്കുന്ന ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞ കണ്ടോ? സകലത്തിന്റെ മേലും ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി നമ്മൾ അയച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒന്നാണ് പറഞ്ഞത്. 6-ാമത്തെ വാക്യം പറയുന്നു, വേറൊരു ദൂതൻ ആകാശമധ്യേ പറന്ന് ഞാൻ കണ്ടത്, അവൻ പറക്കുന്നത് അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഭൂവാസികളെ, സകല ഭൂവാസികളെയും
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആകാശമത്തെ പറന്ന് നിന്നുകൊണ്ട് പറയുകയാണ്. 6-ാമത്തെയും 7-ാമത്തെയും വാക്യം പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ആമേൻ ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. സ്തോത്രം. ഈ ദൂതൻ പറയും, നമ്മൾ കേൾക്കാൻ അനുസരിപ്പാൻ ബാധ്യസ്ഥരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൂതൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൂതനും ദൂത് പറയാനല്ലേ അറിയാമോ? വേറെ വല്ലതും പറയാൻ അറിയാമോ? ദൂത് പറയും. ഈ ദൂതൻ ദൂത് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ഈ ദൂതന്റെ മുൻപിൽ ഇരിക്കുന്ന ദൈവജനമേ, ഈ ദൂതനൊരു പ്രത്യേകതയുണ്ട്. ഈ ദൂത് ഇങ്ങനെ 1, 2 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ദൂത് തീരത്തി. ദൂതന്റെ ഒരു കാര്യം, ഒരു പ്രത്യേകതയുണ്ട്. ദൂത് ഒരിക്കലും തീരത്തില്ല. സ്തോത്രം. എവിടെ മുട്ടുമടക്കിയാലും ആരെടുത്ത് പോയാലും ദൂത് പറയും. സ്തോത്രം. അതാണ് ദൂതിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ഒരു ദൂതുള്ള ഒരു മനുഷ്യൻ ഒരു ആലയത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ആലയത്തിലേക്ക് ചവിട്ടുമ്പോൾ തന്നെ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ദൈവം വെളിപ്പെടുത്തും. സ്തോത്രം. ആമേൻ. അതാണ് ഒരു ദൂതന്റെ, ഒരു ദൂതുവാഹിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. സ്തോത്രം. ആമേൻ. അങ്ങനെ നിങ്ങളെല്ലാവരും വരണം, അങ്ങനെ അതിന് മാറണം, അതിലേക്ക് തിരിയണം. ആമേൻ. സ്തോത്രം. ഇതൊരു കച്ചവടമായിട്ടല്ല, ദൈവത്തിന്റെ ദൂത് നമ്മൾ വഹിക്കുന്നവരാകുമ്പോഴേ. ആമേൻ. ദൈവത്തിന്റെ ശുശ്രൂഷ നമ്മൾ വഹിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിലൊരു ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് അതിനകത്ത് നമ്മൾ കയറി കഴിയുമ്പോഴേ നമ്മളെ നിയന്ത്രിക്കുന്നത് ആമേൻ സ്തോത്രം പിന്നെയാണ് കഷ്ടത തുടങ്ങുന്നത്. സ്തോത്രം. ഇതുവരയ്ക്കൊന്നുമില്ല കേട്ടോ. ഇതിനകത്തോട്ടൊന്ന് കയറണം, ഈ ശുശ്രൂഷ ഇങ്ങോട്ടൊന്ന് കയറണം. അപ്പോഴാണ് മാളത്തിയിരിക്കുന്ന വ്യക്തികളെല്ലാം ശത്രുവായി എണീക്കുന്നത്. സ്തോത്രം. അതുവരെ ആരും എണീക്കത്തില്ല. ശുശ്രൂഷയിലേക്കാണ് കയറണം. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ പള്ളിയുടെ ബാക്ക് അറ്റം പോയിരുന്നെങ്കിൽ ആമേൻ 2 മാസം കഴിയുമ്പോൾ പുൽപ്പിറ്റി കയറി നിൽക്കും. സ്തോത്രം. ശത്രു അവിടെ എണീക്കുക. ആമേൻ. ഹല്ലേലൂയ. എന്തെന്നറിയാമോ? ഇത് ഇന്നും ഇന്നലെ എണീറ്റതല്ല, ഇത് പ്രാരംഭം മുതലേ തുടങ്ങിയതാ. ശുശ്രൂഷയുള്ളവരെ കണ്ടുപിടിച്ച് വരികയാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവനെ കണ്ടുപിടിച്ച് അവനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാനുള്ള പല പദ്ധതികൾ ഒരുക്കും. സ്തോത്രം. ഹല്ലേലൂയ. അത് ശത്രു പണ്ട് ആമേൻ പൊരുതിക്കൊണ്ടിരുന്ന ഒരു പോരാട്ടമാണ്. പൗലോസ് പറയുന്നത് ഇതൊരു ആത്മീക പോരാട്ടമാണ്. അതാ പൗലോസ് നമ്മൾ നിൽക്കുന്ന എവിടെയാ? ആമേൻ കളിക്കളത്തിലല്ല, പിന്നെ എവിടെയാ? പടക്കളത്തിലാ. നമ്മൾ നിൽക്കുന്ന പടക്കളത്തിലാ. പടക്കോപ്പ് നമ്മുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുകയാ. പടച്ചട്ട കിടപ്പുണ്ട്. നമ്മൾ നിൽക്കുന്ന പടക്കളത്തിലാ. കയ്യിൽ ആയുധമുണ്ട്. ഏതായുധം? ഇരുവായ്ത്തലയുള്ള വാളാണ്. വചനമെന്ന ആയുധം നമ്മുടെ മേലുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മരം വെട്ടാൻ പോകുന്ന ആൾക്കാർ, മരം മുറിക്കാൻ പോകുന്ന ആൾക്കാർ, ഒരു ദിവസം ജോലിയില്ലെങ്കിൽ 2 ദിവസം ജോലിയില്ലെങ്കിൽ അവരുടെ ആയുധങ്ങളെല്ലാം എടുത്ത് തുടച്ച് രാഗി അതിനെ എണ്ണയൊക്കെ ഇട്ട് വയ്ക്കും. എന്തെന്നറിയാമോ? തുരുമ്പ് കയറരുത്. സ്തോത്രം. നിങ്ങൾ ഈ ബഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? റബ്ബർ ബഡ് ചെയ്യാൻ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ടാപ്പിംഗ് ബഡ് ചെയ്യാൻ പോകുന്ന ടാപ്പിംഗ്. ഈ ടാപ്പിങ്ങിന് പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? അവരുടെ കയ്യിൽ ഒരു കത്തിയിരിപ്പുണ്ട്. കണ്ടിട്ടുണ്ടോ? എന്തൊരു ഭംഗിയല്ലേ. ആമേൻ. ഭയങ്കര ഭംഗിയാ. ഒരു തുരുമ്പിന്റെ ഒരു ലേശം കാണത്തില്ല, നല്ല വെട്ടനാണെങ്കിൽ. എന്നാൽ വേറെ ചിലരുടെ കയ്യിലിരിപ്പുണ്ട്. ആമേൻ. തടിയെ കൂടെ അടിച്ച് തകർത്ത് ആമേൻ അതിന് മൂർച്ചയില്ല. കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ സൗണ്ട് കേൾക്കും. ഒരയ്ക്കുന്ന സൗണ്ടാ. എങ്ങനെ? അങ്ങ് സന്നിധാനത്തിൽ അതിൻ്റെ ആ യുദ്ധക്കളത്തിലേക്ക് എത്തുന്നത് വരെ താൻ ഉരച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. അവിടെ ചെല്ലുമ്പോഴേ ഇതിനെ കാണുമ്പോഴേ റബ്ബറെല്ലാം ചുമ്മാ പാല് കൊടുക്കും. നീ എന്നെ പയ്യെ ഒന്ന് തൊട്ടാൽ മതി, കാരണം നല്ല മൂർച്ചയല്ലേ. ചില കത്തികൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ മരം മുറിക്കാൻ വന്നു. സ്തോത്രം. അദ്ദേഹം ഒരു കൊമ്പിനെ വെട്ട് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കത്തി തരാം, ഇതിട്ട് വെട്ടിയേ. ഇതെവിടെ വെച്ചിരുന്നു ഇത്രയും സമയം? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ വന്ന ഈ മരം മുറിക്കാൻ? സ്തോത്രം. ഒരു വെട്ട് കൈ ഇത് വീശുമൊക്കെ കാറ്റ് തട്ടിയെങ്കിലും ഇത് മുറിഞ്ഞു പോകും. സ്തോത്രം.
ഇത്രയുള്ള ഒരു വട്ടയെ മുറിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ വന്ന് വെട്ടോട് വെട്ട്. എനിക്ക് തന്നെ സങ്കടം തോന്നി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം പറയട്ടെ, വെട്ട അറിഞ്ഞായിട്ട് കാര്യമില്ല, വെട്ടുന്ന ആയുധം മൂർച്ച വേണം, എന്നിട്ടും കാര്യമില്ല. മൂർച്ച ഉണ്ടെങ്കിലും വെട്ടാറിഞ്ഞുണ്ടെങ്കിലോ പറഞ്ഞേ, തടി വെട്ടുന്ന ആൾ ഇവിടെ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. വെട്ടാറിയുന്നവൻ തടിയിൽ ഇങ്ങനെ കുത്തനെ വെട്ടിയാ മുറിയോ? എടാ ചരിച്ചു വെട്ട്. ഒറ്റ വെട്ടിൽ മുറി താഴെ വീഴും. ചിലതൊക്കെ വെട്ടി മുറിക്കണം, ചിലതൊക്കെ പിഴുതെടുക്കണം. ദൈവം എന്താ പറഞ്ഞ, നിന്നെ ഞാൻ ഇനി വൻമരങ്ങളെ വെട്ടുന്ന വെൺമഴുവാക്കി നിന്നെ പുറത്ത് കൊണ്ടുവരുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ, സ്തോത്രം. ഇത് പറയാൻ കാര്യം, ഞാൻ ഇവിടെ എൻ്റെ കത്തികളൊക്കെ എടുത്ത് ഞാൻ തേച്ച് ഒന്ന് മൂർച്ച എടുത്ത് വിട്ടു വച്ചു, ഒന്ന് മെഷീനൊക്കെ എടുത്ത് ഒന്ന് രാഗി ഒന്ന് തിളക്കി ഒന്ന് നല്ല സൂപ്പറായിട്ട് തിളക്കി വെച്ചപ്പോഴത്തേക്ക് ഒരാൾ ചോദിക്കുക, എന്തിനാ ദൈവദാസ് പാസ്റ്റർ ഇതിങ്ങനെ തേച്ച് വയ്ക്കുന്നത്? ഞാൻ പറഞ്ഞു, തേഞ്ഞിരിക്കട്ടെ, ഇത് നല്ല എപ്പോഴും നല്ല ഗ്ലേസിങ് ആയിട്ടിരിക്കണം. എപ്പോഴാണിത് ആവശ്യം വരണമെന്ന് അറിയത്തില്ല. എന്താ ആവശ്യമല്ല, വാഴ പൊറിക്കാലോ എന്തെങ്കിലുമൊക്കെ വെട്ടാനുള്ള മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനും കൊള്ളത്തില്ല. ഇത് പ്രൈസ് ദി ലോർഡ്, വിലപിടിപ്പുള്ളതാ. പക്ഷേ ഇതിന് തുരുമ്പെടുക്കാൻ പാടില്ല. ഇത്രയും പറഞ്ഞു പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? നിന്നിൽ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കകത്ത് നീ എല്ലാ ദിവസവും അതിനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം, തേച്ച് മിനുസമാക്കണം, അതിനകത്ത് അധ്വാനിക്കണം. ആമേൻ. ദൈവം നിന്നെ ഏൽപ്പിച്ചത് ചെറിയ മരം വെട്ടാനല്ല അപ്പനെ, വലിയ പടുക് വൃക്ഷങ്ങളെ വെട്ടിയിടാനാ ദൈവം നിന്നെ ഏൽപ്പിച്ചത്. അതിനെ വെട്ടാൻ ഇന്ന് വെട്ടില്ലല്ലോ, കട്ടിയേക്കല്ലേ. സ്തോത്രം. ഇന്ന് മെഷീനാണ്. ആമേൻ. ഇന്ന് മെഷീനിട്ട് കട്ടിയേക്കാണ് പരിപാടി. സ്തോത്രം. വലിയ വലിയ പണിയാ. അതൊക്കെ ഭയങ്കര പണിയുള്ള കാര്യമാണ് ഇന്നത്തെ കട്ടിങ് മെഷീൻ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പല സൈസിന് കൊമ്പ് അരങ്ങാൻ പ്രത്യേകിച്ച് മെഷീൻ. ആമേൻ. മൂട് കട്ടിയാൻ പ്രത്യേകിച്ച് മെഷീൻ. തടിയുടെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ ഘടന അനുസരിച്ചുള്ള മെഷീനുകൾ ഇറങ്ങിയിട്ടുണ്ട്. വീട്ടമ്മമാർക്ക് വിറവ് മുറിക്കാൻ പ്രത്യേകിച്ച് മെഷീൻ. ഇനി എല്ലാം മെഷീനായല്ലോ. ഇതിപ്പോ ചായ അടിക്കാൻ മെഷീൻ ഇറങ്ങി. ഫ്രണ്ടില് ഒരു സംഭവം വെച്ചിട്ടുണ്ട്, സ്ക്രീന്. അതിനകത്ത് നിങ്ങൾക്ക് ചായ വേണോ, കോഫി വേണോ, ബ്രൂ വേണോ, ഇനി ചോക്ലേറ്റ് വേണോ, വേനില വേണോ, എന്ത് വേണമെങ്കിലും, ഇനി ഇഞ്ചി ഇട്ടത് വേണോ, ഇനി ഏലക്കായ ഇട്ടത് വേണോ, ചുക്കിട്ടത് വേണോ, ഇനി എന്തിട്ടത് വേണമെങ്കിലും അത് ഞെക്കിയാൽ മതി, ചായ ഓക്കെ എന്ന് പറയണ്ട. ഞെക്കിയിട്ട് അതിനകത്ത് QR കോഡ് വരും. നിങ്ങളുടെ മൊബൈലിലുള്ള ഗൂഗിൾ പേ അങ്ങോട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ചായ കുടിക്കാൻ പറ്റൂ. അത് ഒരാത്തെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. സ്തോത്രം. ആമേൻ. വരാമ്പ് വന്നു കഴിഞ്ഞു. ചായക്കൊക്കെ വിലയൊക്കെ വന്ന് തന്നെ. അതിനെ ഇപ്പോഴത്തെ അടിച്ചു വാങ്ങുന്ന ചായയും റോബർട്ട് ചെന്ന ചായകൾ 2 രൂപ വ്യത്യാസമേ ഉള്ളൂ. 2 രൂപ കുറവാ. ചായ സൂപ്പറാ. കണ്ടിട്ടില്ലേ ചില ചായ അടിക്കുന്ന ആൾക്കാരുടെ നഖം, കൈയുടെ നഖം കണ്ടിട്ടുണ്ടോ? നഖം അത് വെട്ടിയിട്ട് മാസങ്ങളായി. അതിന് ഒരെണ്ണം ഒരു വിരൽ ചായക്കകത്ത് ഇട്ടാണ് കൊണ്ടുവരണേ. ഹലോ, ഇത് കുടിച്ചില്ലെങ്കിൽ എന്ത് സന്തോഷം. ഇത് കുടിച്ചില്ലെങ്കിലാണ് പ്രശ്നം. അതുകൊണ്ട് നഖമൊന്നും ഇത് റോബർട്ടിനില്ല. ഇതെല്ലാം മിഷ്യൻ പരിപാടിയാ. ഇന്ന് ഷർട്ടിട്ടാൽ നനച്ച് അലക്കി തേച്ച് ഉണക്കി തേച്ച് മടക്കി വരുന്ന മെഷീൻ ഉണ്ടെങ്കിൽ ഇത് വരാൻ പോകും. 25 കഴിയും മുമ്പേ ഈ നമ്മുടെ പട്ടണത്തിനകത്ത് തട്ടുകടയ്ക്കകത്ത് ചായക്കടയ്ക്കകത്തും റോബർട്ടുമാർ നിൽക്കും. കാരണം ഇപ്പൊ എല്ലാവർക്കും 3 മാസം നിന്ന തേയ്മാനമാണ്. നിൽക്കാൻ പറ്റില്ല. ഇരുന്നാൽ പിന്നെയും തേയ്മാനം. അപ്പം ഇരിക്കാനും പറ്റില്ല. നടന്നാലോ അത് നടക്കാനും പറ്റില്ല, മുട്ടിന് വേദന. പിന്നെ എന്താണ്? അപ്പം ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, നടക്കാനും പറ്റില്ല, എല്ലാം മുട്ടിന് വേദനയാണ്. അപ്പോൾ ദൂതൻ വിചാരിച്ചെന്നറിയാം, ഇത് വേണ്ട, ഇനി ഇതിനങ്ങ് മാറ്റിയിട്ട് നമുക്കിനി കുറച്ചുകൂടെ ഉഷാറായതിനെ കൊണ്ടുവരാം. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. വേറൊരു ദൂതൻ വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീർന്നില്ല കേട്ടോ. ഈ സബ്ജക്റ്റിനകത്തേക്ക് നമ്മൾ കയറിയതേ ഉള്ളൂ. മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം 49-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോഴും, ഹല്ലേലൂയ, ആമേൻ, 2 പത്രോസ് ലേഖനം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴും, മലാക്കിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴും, ഗലാത്യർ 4:8 നമ്മൾ വരുമ്പോഴും, റോമർ 2:8 നമ്മൾ വരുമ്പോഴും, പുറപ്പാട് പുസ്തകം 23-22
2 20 നമ്മൾ വരുമ്പോഴും യോവേൽ പ്രവാചകന്റെ പുസ്തകം 3:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോഴും യോശുവയുടെ പുസ്തകം 3 അതിന്റെ 4 മുതൽ 7 വരെ വരുമ്പോഴും വെളിപ്പാട് 6:11 14:2 വരുമ്പോഴും ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അപ്പോസ്തലനായ പ്രൈസ് ദി ലോർഡ് അതെ കിടക്കപ്പെടുന്നവൻ ആ ദ്വീപിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുക, സകലവും നിവർത്തിയാക്കുവാൻ സകലതും ചന്തമായി ചെയ്യുവാൻ ഒരുത്തൻ വരുന്നുണ്ട്. അവന് അന്ത്യമില്ല, അവന് അവസാനമില്ല, അവന് വംശാവലികളില്ല, അവന് പറയുവാനോ പുകഴുവാനോ മറ്റൊന്നില്ല. അവനാണ് പുരോഹിതൻ, അവന് മേൽ വേറൊരുത്തനില്ല. അവനാണ് ആദ്യൻ, അവനാണ് അന്ത്യൻ, അവനാണ് ഭൂജാതക്കന്മാർക്ക് രാജാവായവൻ, അവനാണ് 7 സമുദ്രത്തിലെ ജലം ഉള്ളം കരത്തിൽ വഹിച്ചവൻ, അവനാണ് പഞ്ചസാര മണൽ കൊണ്ട് ഭൂമിക്ക് അതിരുവരമ്പ് നിയമിച്ചവൻ, ഭൂമിക്ക് അളവുനൂൽ സ്ഥാപിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ. അവൻ വരുന്നവനും ഇരിക്കുന്നവനും ഇരുന്നവനുമായ ഒരുത്തൻ വരുന്നു. പറഞ്ഞത് അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയാൻ ഒരുത്തര ദൈവം നിയോഗത്തോടെ പുറത്തെടുത്തെങ്കിൽ ഇന്ന് രാത്രി ദൈവ പൈതലേ, ദൈവം നിന്നെ പുറത്തെടുത്തത് മിണ്ടാതിരിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇന്നും വാഴ അടയിൽ ഇങ്ങനെ മാവ് പരത്തുന്നത് പോലെ തീരത്തുമില്ല, പരത്തേയില്ല, തീരത്തുമില്ല. ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞെ, ദൈവം വിളിച്ചിരിക്കുന്നത് വിളിയുണ്ടല്ലോ, ശ്രേഷ്ഠകരമായ വിളിയാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഒരാളിന് 500 രൂപ കൊടുക്കാനുണ്ട്. ഒരു പ്രാവശ്യം 250 രൂപ വാങ്ങിച്ചു, ഒരു പ്രാവശ്യം 250 രൂപ വാങ്ങിച്ചു. അപ്പൊ ആദ്യത്തെ ദിവസം 250 രൂപ വാങ്ങിച്ച എഴുതി. രണ്ടാമത്തെ ദിവസം വാങ്ങിച്ചത് എഴുതി. രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടിയെന്നറിയാമോ? എത്ര കിട്ടിയത് ജോബി? രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? മുകളിലത്തെ 250 താഴ്ന്ന 250 എത്ര കിട്ടും? 0 0 0 അല്ലേ? 5 5 10. ആ 10 താഴെ എഴുതി. 2 2 4. അപ്പോൾ എത്രയായി? ഹലോ, അപ്പോൾ എത്രയായി? ഹലോ, 250 500. അപ്പോൾ കൂട്ടി വന്നപ്പോഴത്തേക്ക് തകമാലി കൂട്ടുകയാണ്. അപ്പോൾ ഞാൻ കൂട്ടി എവിടെ മിസ്റ്റേക്ക് വന്നു? ഇല്ല ആൻറ്റി, മിസ്റ്റേക്ക് വന്നിട്ടില്ല, കറക്റ്റാ. 0 0 0 അല്ലേ? 0 കണ്ടിട്ടില്ലേ? 0 5 5 10 10 താഴെ എഴുതി. ആമേൻ. 2 2 4. അപ്പോൾ എത്രയായി? ഹലോ 4100. ഹലോ, കൂട്ടി ശരിയായില്ലേ? പിന്നെയും കൂട്ടുക. ഞാൻ പറഞ്ഞില്ല, കറക്റ്റായി. കറക്റ്റാ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. ഇന്നും അങ്ങനെയാ. ആൻറ്റി പലപ്പോഴും കൂട്ടി തെറ്റിപ്പോയെന്ന് തോന്നുന്നു. ഒന്നുകൂടെ പരിശോധിക്കണം. പല കണക്കുകൾ കൂട്ടി തെറ്റി വെച്ചോണ്ടിരിക്കുക. ഇന്നും പരിശോധിക്കണം. കൂട്ടിയോ? നിങ്ങൾ കൂട്ടി നോക്കി, എഴുതി കൂട്ടി നോക്കിയേ. നിങ്ങൾ ചുമ്മാ അറിയില്ല, കൂട്ടി നോക്കിയേ നിങ്ങൾ വെറുതെ. ഒന്ന് കൂട്ടി നോക്കണം. 250 താഴെ 250. ഇന്ന് നിങ്ങൾ കൂട്ടിയിട്ട് ഇടക്കാവൂ. നിങ്ങൾ എങ്ങനെ കൂട്ടിയാലും 4100 വരും. നിങ്ങൾ കൂട്ടി നോക്കിയേ. ശരിയാണെങ്കിൽ ശരിയാണ്, തെറ്റുന്നത് വല്ല കറക്റ്റും ഉണ്ടോ? ഞാൻ പറഞ്ഞ കാര്യത്തിൽ വല്ല കറക്റ്റും ഉണ്ടോ? കൂട്ടി നോക്ക്. കറക്റ്റ് 4100 രൂപ. വാങ്ങിച്ചെത്ര? ഭയങ്കര ബിരുദമാ. ഇതിൽ ഭയങ്കര ഡിഗ്രി എടുത്തതാ ഇത്രയും കണക്ക് കൂട്ടാൻ. കൊടുത്ത ആളും കൂടെ പെട്ടുപോയി. സ്തോത്രം. ഇന്ന് രാത്രി എവിടെയൊക്കെ കണക്കുകൾ തെറ്റിയിരിക്കുക. ഈ വെറുതെ കൂട്ടി കരിച്ച് പൊരിച്ച് അതിനെ ഗുണിച്ച് പിന്നെയും കരിച്ച് പിന്നെയും ഗുണിച്ച് 0 വിടാനും പറ്റുന്നില്ല, 1 വിടാനും പറ്റുന്നില്ല. ഒന്നും വിടാതെ എല്ലാം താഴെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ലേ എല്ലാം ഒന്നും വിടാ ഒന്നുമില്ലെന്ന്. ഇന്നും അങ്ങനെ പലതും വിടാതിരിക്കുക. വിട്ടോ, കണക്ക് ശരിയാകും. സ്തോത്ര. 250 കൂട്ടി വെച്ചപ്പോ 4100. ശരിയല്ലേ? 0 കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഇന്നും അങ്ങനെയാ. ഒരു 0 പോലും വിടാതെ പിടിച്ചു വെച്ചോണ്ടിരുന്നോ? ദൂതൻ ഇറങ്ങി നിൽക്കുക. വിടേണ്ടത് വിട്ടാൽ നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. എല്ലാം കൂടെ കൂട്ടി വച്ചിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണക്കുകൾ പലപ്പോഴും പിഴച്ചു പോകും. വചനത്തിന് പിഴവ് സംഭവിക്കത്തില്ല.
വചനത്തിന് പിഴവ് സംഭവിക്കത്തില്ല. കണക്ക് പലപ്പോഴും പെശകായി പോകുന്നെങ്കിൽ എന്ന് രാത്രി ചിന്തിക്കണം. എവിടെയൊക്കെയോ സംതിങ് പ്രശ്നം വന്നിരിക്കുക. ഒന്നുകൂടെ അടിച്ച് പണിയ്, ഒന്നുകൂടെ ഒന്ന് കൂട്ടി നോക്ക്, ഒന്നുകൂടെ ഒന്ന് കുണിച്ചു നോക്ക്, ഒന്നുകൂടെ ഒന്ന് ഒരു പൂജയോ ഒന്നോ ഒക്കെ വെട്ടി നോക്ക്, എന്തൊക്കെ സംഭവിക്കുമെന്നേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ, സ്തോത്രം, ആ ഒന്നിടേണ്ട ഭാഗത്ത് ഒന്നിട്ടെങ്കിൽ ആമേൻ, അത് 500 നീ ആ ഒന്ന് വിടാത്തത് കൊണ്ടാണ് 4100 ഒന്ന് നീ അവിടെ നിന്ന് വിട്ട് ആ രണ്ടും 4ന്റെ അടുത്ത് ഒന്നുകൂടെ കൊണ്ടിട്ടിരുന്നെങ്കിൽ മുകളിൽ വച്ച 500 കറക്റ്റായേനെ സാറേ. അങ്ങനെ പറയരുത് പാസ്റ്ററെ, കറക്റ്റ് കണക്കായത്. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ കൂട്ടിയത് ശരിയല്ലേ? കറക്റ്റാ പാസ്റ്റർ. പൂജ കണ്ടിട്ടില്ല? പിന്നെ ഞാൻ ഒത്തിരി പൂജയും കണ്ടതാ. അത് തന്നെ. സ്തോത്രം. ഹലോ, ഉണ്ടോ? എവിടെയൊക്കെയോ ചില പ്രയാസങ്ങൾ വന്നിരിക്കുക. ആമേ സ്തോത്രം. നമ്മളിവിടെ പഠിച്ചു വന്നിരിക്കുന്ന ദൂതന്മാരുടെ സ്തോത്രം ദൂതഗണങ്ങളെ കുറിച്ച് നമ്മൾ ദൂതഗണങ്ങൾ, ഇതിനകത്ത് ഒത്തിരി ഗണങ്ങളെ തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ഒരു ഭയങ്കര ഒരു ദൗത്യം ഇതിനകത്ത് വന്നിരിക്കുക. അടുത്ത് നമ്മൾ പ്രൈസ് ദി ലോർഡ് ആ സബ്ജക്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഏതാ? ദൂതന്മാർ മനുഷ്യരെ സഹായിക്കുമോ? അതവിടെ കഴിഞ്ഞിരിക്കുക. നമുക്ക് നേരെ ദൂതഗണങ്ങളിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. അവിടേക്ക് വരുമ്പോൾ നമ്മൾ അടുത്ത് ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 24-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുന്നു. വായിച്ചാട്ടെ. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുടെ നടുവിൽ നിർത്തിയിരിക്കുക. സ്തോത്രം. ദൈവം ചിലതൊക്കെ ഒന്ന് നിർത്തി കഴിഞ്ഞാൽ ഗൺ പോയിന്റ്, ദൈവം ചിലപ്പോഴും ഗൺ പോയിന്റ് നിർത്തും. സ്തോത്രം. ദൈവം നിർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരം, ആർക്കും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ ചിലപ്പോഴൊക്കെ ദൈവം നിർത്തുന്നുണ്ടോ? ആ പോയിന്റിനകത്ത് നിർത്തും. പ്രൈസ് ദി ലോർഡ്. ആ പോയിന്റിനകത്ത് നിർത്തിയ ഒരു കാര്യമുണ്ട്. അതിനകത്തൊന്ന് ശകലം പോലും ഒരു മനുഷ്യനെ മാറാൻ കഴിയാത്ത തലത്തിൽ ദൈവം നിർത്തും. കണ്ടോ? യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ ഒന്ന് വായിച്ചേ. അതിന് വായിച്ചത് 24-ാമത്തെ വാക്യമല്ലേ? 24-ാമത്തെ വാക്യം വായിച്ചല്ലേ? അതെ. ഇങ്ങനെ അവൻ മനുഷ്യനെ സ്തോത്രം ഇറക്കി കളഞ്ഞു അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഓക്കെ. അടുത്ത് നമ്മൾ വായിക്കുന്നത് അതേ പുസ്തകം നമ്മൾ നിർത്തിക്കൊണ്ട് സങ്കീർത്തനം 18-ാമത്തെ സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? 18-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? അവിടെ കുറച്ചുകൂടെ നമുക്ക് ആഴത്തിലേക്ക് ചിന്തിക്കാൻ പറ്റും. 18-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യം. അവൻ കാറ്റിന്റെ ചിറകിന്മേൽ ഇരുന്ന് പറപ്പിച്ചു. ഒന്നുകൂടെ വായിക്കാൻ ആ വാക്യം. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു. അവൻ കാറ്റിന്റെ ചിറകിന്മേൽ ഇരുന്ന് പറപ്പിച്ചു. അവൻ കാറ്റിന്റെ ചിറകിന്റെ മേൽ ഇരുന്ന് എന്ത് ചെയ്തു? പറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്നോ കേട്ടോ, ദൂതന്മാര് ചിലതിന്റെ കാറ്റിന് ചിറകുണ്ടോ? ഉണ്ട്. കാറ്റിന് ചിറകുണ്ട്. ഈ ചിറകിന്റെ പുറത്തിരുന്ന് പറപ്പിക്കുമ്പോൾ തന്നെ ഈ 24-ാമത്തെ വാക്യം കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞ് കൊണ്ടിരുന്നു. വാളിന്റെ ജോലയുമായി അവരുടെ മുമ്പിൽ എന്ത് ചെയ്തു? നിർത്തി. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്ത ജനം, ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പിൽ നിന്ന് അകന്നു മാറിയ ജനത്തെ ഒരു ഗൺ പോയിന്റിൽ നിർത്തി. സ്തോത്രം. ഏതാ ഗൺ പോയിന്റ്? കെരൂബുകളുടെ കറങ്ങുന്ന വാളിന്റെ മുൻപിൽ ജനത്തെ നിർത്തി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനത്തെ നിർത്തുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് രാത്രിയും ദൈവമൈതലേ, ദൈവം നിർത്താൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, ആമേൻ, ദൈവം നിർത്തി അങ്ങോട്ട് പരിശോധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 104-ാമത്തെ സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നമ്മൾ വായിച്ച എബ്രായ ലേഖനത്തിന്റെ 7-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വന്ന് വായിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവമൈതലേ, ദൈവം നിനക്ക് തരുന്ന സമയത്തിനകത്ത് നീ നിന്ന് ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളെ ചെയ്യാനായി നീ തയ്യാറായി മുൻപിലോട്ട് വരികയാണെങ്കിൽ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിവർത്തിക്കും വരെ ദൈവം നിന്നെ ഗൺ പോയിന്റിൽ നിർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. കർത്താവ് വിടത്തില്ല. ഞാൻ പറയട്ടെ, നമുക്ക് ബിലയാമിനെ അറിയാം. ബിലയാമിനെ അറിയാമോ? അറിയാമോ? ബിലയാം അറിയാമോ ആർക്കെങ്കിലും ബിലയാമിനെ? ഏറ്റവും വലിയ പ്രവാചകനാ, ശക്തനാ, ദൈവത്തിന്റെ ദൂത് അറിയിക്കുന്നവനാ, ദൈവം പറയുന്ന കാര്യം പറയുന്നവനാ. പറഞ്ഞാൽ അതേപോലെ സംഭവിക്കും. അവൻ എന്താണോ പറയാൻ പോകുന്നത് അത് വാ തുറന്നാൽ മതി, സ്വർഗത്തിലെ ദൈവം അവനിലേക്ക് കൊടുക്കും. ആ ബിലയാമാണ് ബാലാക്കിന്റെ പൈസയും വാങ്ങി നിൽക്കുന്നത്. അവനെ വാളിന്റെ മുമ്പിൽ നിർത്തി ദൈവം. ഹലോ 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 വാളിന്റെ മുമ്പിൽ ദൈവം നിർത്തി. സ്തോത്രം. നീ ഒരു കാര്യം ചെയ്യണം, അവിടെ ദൂത് പറയുമ്പോ പറയേണ്ട കാര്യം ഞാൻ നിനക്ക് തരും ഇന്ന് രാത്രി. ഹല്ലേലൂയ, ആമേ. പലപ്പോഴും ശപിക്കാൻ വാ തുറക്കുന്ന ബിലയാമിന്റെ വായിൽ നിന്ന് വന്ന വാക്കിതാണ്, ഇതാ തനിച്ചു പാർക്കുന്ന എന്റെ ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല എന്ന് പറഞ്ഞ് അവൻ ദൂത് പറയാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ 24 മൂപ്പന്മാരും സിംഹാസനങ്ങളെ ഇറക്കി വച്ച് അവിടെ ആബാലവൃത്തം ജനവും ഒരുപോലെ കരമുയർത്തി സ്തോത്രം ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ദൈവജനമേ, എന്നെ നിന്നെ ഗൺ പോയിന്റിൽ നിർത്തുന്ന കാര്യമുണ്ട്. എന്നെ നിന്നിൽ ഏൽപ്പിച്ച ശുശ്രൂഷ അതേപോലെ ചെയ്യാൻ വേണ്ടിയാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചില നഷ്ടങ്ങളൊക്കെ ദൈവം തരുന്നില്ലേ, അത് ദൈവം അറിയാതെ തന്നതൊന്നുമല്ല. ആമേൻ. ചില നഷ്ടങ്ങൾ വരുമ്പോഴേ ദൈവം അറിയാതെ തന്നതല്ല, ദൈവം അറിഞ്ഞു തന്നതാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ നഷ്ടത്തിനകത്ത് നമ്മൾ കിടക്കുമ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് പുതിയ വെളിപ്പാടോടെ നിന്നെയും എന്നെയും തമ്പുരാൻ പുറത്തെടുക്കുമ്പോൾ തന്നെ പലരും പറയും, അയ്യോ തീർന്നു പോയി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇല്ല, തീർന്നു പോയതല്ലടാ, തമ്പുരാൻ എന്നെ നിർത്തിയതാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നോയിക്കേ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത്, ആമേൻ, 18-ാം സങ്കീർത്തനം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ആമേൻ, അതിന്റെ 1-ാമത്തെ വാക്യം മുതലേ വായിക്കുമ്പോൾ അറിയാൻ കഴിയും. പക്ഷേ 10-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. നോക്കി, ഹല്ലേലൂയ, സ്തോത്രം. അവൻ കെരൂബിനെ എന്ത് ചെയ്തു? വാഹനമാക്കി പറന്ന് അവൻ കാറ്റിന്റെ ആ ചിറകിലിരുന്ന് പറപ്പിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി കാറ്റിനെ അവൻ ഒരു ചിറകാക്കി നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇറങ്ങി വരാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ദൈവമൈതലേ, ആരും നിന്റെ വീട്ടിലേക്ക് വരുന്നില്ല, നിന്റെ ശബ്ദം ആരും കേൾക്കുന്നില്ല, ഞാനും മാത്രമാണെന്ന് കരയുകയാണോ? ഇല്ല, നിന്നെ തേടി വരുന്ന ദൂതന്മാരുണ്ട്. ആ കാറ്റിനെ വാഹനമാക്കി, ചിറകാക്കി, ഒരു ശരീരമാക്കി ഇറങ്ങി വരുന്ന ദൂതന്മാരുണ്ട്. പ്രത്യേക ദൂതന്മാരാണ്. ആ ദൂതന്മാർക്കകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന അരുളപ്പാടുണ്ട്. അരുളപ്പാടിനെ ആർക്കും ക്യാൻസൽ ചെയ്യാൻ കഴിയത്തില്ല. അത് നിന്റെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ വായിക്കാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ 25-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ ഒന്ന് വായിക്കാമോ? പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിന്റെ 2 അറ്റത്തും അടുപ്പുപണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിന്റെ 2 അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം.
കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം. കൃപാസനത്തെ പെട്ടകത്തിന്മീതെ വെക്കണം. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വെക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിപ്പാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സകലവും ഒന്നുപോലും മറച്ചു വയ്ക്കാതെ സകലവും ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യാൻ ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ ദൈവപൈതലെ 18-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ 22-ാമത്തെ വാക്യം വരെ നിങ്ങൾ വായിക്കപ്പെടുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങൾ, സ്തോത്രം. 18-ാമത്തെ വാക്യത്തിൽ നോക്കൂ. അവിടെ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ വിധികൾ പ്രമാണിച്ച് ആമേൻ ആചരിക്കണമെന്നാൽ ആമേൻ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ, പുറപ്പാട് പുസ്തകവും ലേവ്യ പുസ്തകവും നമ്മൾ പഠിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായം അതിൻ്റെ 18, 19, 20 വാക്യം ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം, എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയമായി എന്ത് ചെയ്യും? വസിക്കും. ഒരു നിർഭയം, ഭയമില്ലാതെ വസിക്കാൻ ഞാൻ നിനക്ക് ആ കാലഘട്ടങ്ങളിൽ ഒരു ദൂതനെ നിന്റെ കുടുംബത്തിൽ ഞാൻ അയക്കും. നീ ഭൂമിയിൽ എന്ത് ചെയ്യും? ഫലം ആമേൻ നിനക്ക് തരും. ഭൂമി ഫലം തരാൻ പോകുകയാ. ഇന്നലകളിൽ തരാത്തത് ഇന്ന് രാത്രി തരാൻ പോകുന്നു. ഇന്നലകളിൽ കേടായി പോയത് ഇന്ന് തൃപ്തിയായി നീ ഭക്ഷിക്കാൻ പോകുന്നു. അതിൽ നിർഭയം വസിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയല്ലേ വായിച്ചത്? വായിച്ചേ. 18-ാമത്തെ വാക്യം മുതൽ ഒരു വാക്യം വായിച്ച് 18ഉം 19ഉം ഒന്ന് വായിച്ച്. അവിടെ എന്താണ് നമ്മൾ വായിച്ചത്? വായിച്ച് ലേവ്യ. വായിച്ചോ. നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ച് എന്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം, എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. ഭൂമി അതിന്റെ ഫലം തരും. നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും. ആമേൻ. പേപ്പർ അണ്ടർലൈൻ ചെയ്തോ. സ്തോത്രം. നിർഭയമായി വസിക്കാൻ പോകുക, ഭയമില്ലാതെ. ആമേൻ. ഹല്ലേലൂയ. ചിലത് പുതുക്കി പണിയേണ്ട സമയം വരാൻ പോകുന്നു. സ്തോത്രം. ചിലതിന്റെ പണികൾ ദൈവം തുടങ്ങാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞെ,